പാത്തുവിൻ്റെ ഒപ്പം ഒരു ലൈവ് അല്ലേ? പാത്തുമാൻ്റെ ഒപ്പം ലൈവ്. അപ്പം ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ നമുക്ക് കേട്ടാ. ആരെങ്കിലും ഉണ്ടോ ചോദിച്ചോക്കെ. ആരെങ്കിലും ഉണ്ടാ? നമ്മളെവിടെയാണ് പറഞ്ഞു കൊടുത്താ? ഞാൻ പാത്തുവിൻ്റെ വീട്ടിലാണ്. ആരാ പാത്തു? ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ എഴുതിട്ടാ. ഉണ്ട്. ഷെഹനാസ് ഹായ് ഹായ്. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ? ഹായ് സുഖാണോ? ഷെഹനാസ്, ഷെഹനാസിനെ കാണാമെന്നാ? ഹായ് ഹായ്. ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. ഹായ് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട്. വലൈക്കും അസ്സലാം. എനിക്ക് വായിക്കാൻ മനസ്സിലാവുണ്ടോ പത്തോ? ഞങ്ങളിപ്പോൾ ഇവിടെ റാസൽ കൈമൽ നാത്തൂൻ്റെ വീട്ടിലാണ് കേട്ടോ. മക്കളായിട്ട് ഇങ്ങനെ പുറത്ത് വന്നിരുന്ന് ഇങ്ങനെ കളിക്കുകയാണ്. ഒരു കളി കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ തോന്നിയ ഒരു ലൈവ് വരട്ടെ അല്ലേ? ഇതൊക്കെ വരണ്ട് കേട്ടോ. ആർക്കും ലൈവാണെന്നുള്ളത് അറിയില്ല. ഒക്കെ കളിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വരണ്ട്. ഒരു ഡൊറോട്ടി മദാമ്മ വരണ നോക്കി. ഇവിടെ വന്നാ ആറ്റ ഇവിടെ വന്നാ ചുന്ദരി ആയത് കാണിച്ചു കൊടുക്കട്ടെ. ഇവിടെ വന്നാ അതൊന്നും അഴിക്കല്ലേ. ഇവിടെ വാ ഷാളാക്കിയിട്ടത്. ഇത് കണ്ട ഒരു ഡൊറോട്ടി മദാമ്മ. ആരാണ്? യുടെ നാഷണൽ ഫ്ലാഗ് ഒക്കെ ആയിട്ടോ ഷാള ഇവിടെ പോലെ പരിപാടി. ഞങ്ങളെ വീട് കാണിച്ചു തരക്കാം ഞാൻ കേട്ടാ. ഇവിടെ ഇവരെ വീടിന്റെ ഹൗസ് വാമിങ്ങിന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചു വന്നത് തന്നെ. വീട് ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചു കണ്ടു വന്നതാണ്. ഇവരെ കുട്ടി വീട് അത് കഴിഞ്ഞ് ലിനുവിന്റെ വീട്. ഇവിടെ ആയിക്കോട്ടെ കുറച്ചും കൂടി ഉണ്ട്. ഇവിടെ തകൃതിയായ വീട് പണിയിലാണ് കേട്ടോ മക്കളെ എൻ്റെ 3 ആളും പിന്നെ സാക്കുവിൻ്റെ മോനും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ 4 ആൾ അവിടെ നിന്ന് കൽബയിൽ 4 ആൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ 3 ആൾ ഓൾറെഡി ഉണ്ട്, നാത്തൂൻ്റെ 3 മക്കൾ. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് വീടുകളാണ്. ഇവിടെ ബോയ്സ് ഓൺലി ഹഡൊന്നും ബോയ്സ് ഓൺലി ഹഡൊന്നും അല്ലേ? ബോയ്സ് ഓൺലി പരിപാടി നടക്കുന്നത് തന്നെ. എന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിലെ പ്രോഗ്രാംസ്? എന്തൊക്കെയാണ്? ബാർബി ഡാൻസ്. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിലെ പ്രോഗ്രാംസ്? കുറെ പ്രോഗ്രാംസ് ഉണ്ടോ? എവിടെ ബാക്കിയാണൊക്കെ? എവിടെ നിങ്ങളെ വീട്ടിലെ ബാക്കി ആൾക്കാരൊക്കെ എവിടെ? ഞാൻ കുറച്ച് കമന്റ്സ് വായിക്കട്ടെ കേട്ടാ. ഇവളാണ് മെയിൻ വീടിന്റെ മുതലാളി. ഇവളാണ് അല്ലേ? ഓണർ ഇതാണ്. അടുത്ത ആളത് വരണേ. അതാരാണ്? മാമിയാ? ബാക്ക് ക്യാമറ ആക്കേ. ഇവിടെ കെട്ടിയ മുടി കെട്ടിയ കെട്ട ഒരു മിനിറ്റ്. ഇത് ലൈവ് പോവാണ്. ഇവിടെ അത് പിടിക്ക് മുടി കെട്ടിട്ട്. ഇവിടെ ലൈവ് വീടിന്റെ ഹൗസ് വാമിങ് നടന്നുകൊണ്ടിരിക്കുക. ലൈവ് ഹൗസ് വാമിങ് ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ കുട്ടിയുടെ ഹൗസ് വാമിങ് ആണ്. ചീർപ്പെടുത്തു ആദ്യം. ഇതിലെ പരിപാടി ചെക്കന്മാര് അവിടെ ചെക്കന്മാര് മാമിയുടെ ഫോണായിട്ട് അങ്ങോട്ട് വെക്കാൻ വെച്ച് ഇത് പറയട്ടെ. സുഖാണോ? ജയ്പു ചോദിച്ചിട്ടുണ്ട്. ജസീല ഹായ്. ജയ്പു ഷാജി ഹായ് 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 ഹായ്. നാട്ടിലെന്നാ ചോദിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ നാട്ടിലേക്ക് എന്നാണ് ചോദിക്കുന്നുണ്ട്. ഇവിടെ ലൈവ് വീടിന്റെ ഹൗസ് വാമിങ് പാലികാച്ചലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ്? നാട്ടിലേക്ക് എന്നാണ്? നാത്തൂന്റെ മക്കള് എവിടെ? ഇവിടെ എന്നാ ആദ്യം ഇവിടെ എന്നാ ബാബാ ഒക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് ഞങ്ങളെ കുട്ടി കുറുമ്പൻ. ഇതാണ് ഇവിടുത്തെ കുറുമ്പൻ, നാത്തൂന്റെ ചെറുത്. അല്ലാഹുവേ, ഇതിനൊരു ടോയ് പോലെയാണ് ഇപ്പൊ ഇവിടുത്തെ ആറ്റക്കും ബബുലൂക്കും ഒക്കെ. കടിക്കും ഇതിനെടുത്തിട്ട് അങ്ങോട്ട് അടക്കൂ ഇങ്ങോട്ട് അടക്കൂ അല്ലേ?
അപ്പോൾ ഹൈത്ത എവിടെ പ്ലേസ് ചോദിക്കുന്നുണ്ട്. നമ്മൾ നാട്ടിൽ കുറ്റിപ്പുറാണ്. ഇപ്പോൾ അവിടെ റാസൽ കൈമയിലുണ്ട്. നാത്തൂൻ്റെ ഫാമിലി റാസൽ കൈമയിലുണ്ട് അല്ലേ. ഞാൻ അമ്മച്ചി കുറച്ച് വായിക്കട്ടെ. എന്താണ് മുടഞ്ഞു കെട്ടേ? ഇന്ന് മാമിയുടെ അടുത്തേക്ക് ചെല്ലും, മാമി കെട്ടിത്തരും. ഇതാരൊക്കെ പറഞ്ഞെടുത്താ? ഇത് ബബുലു, ആ നിങ്ങളെ വീടൊക്കെ പോയി റെഡി ആക്കി കൂടി. ഞാൻ അങ്ങോട്ട് വരാം നിങ്ങളെ വീട് കാണാൻ. ശബ്ദം ഉണ്ടാക്കല്ലേ? ചെല്ലേ ഞങ്ങളെ വീട് കാണിച്ചോ. ഞങ്ങളെ വീട് കാണാൻ വരണ്ടേ, പോയിക്കോളി. ഇതിപ്പോൾ നമ്മളെ പണ്ടത്തെ കാലത്തെ കളി പോലെയാണ് ഇപ്പം ഇന്ന് ഇവരെ കളിയിട്ടാ. ചോറും കൂട്ടാനും വെച്ച് കളിക്കുക, വീടിൻ്റെ പാല് കാച്ചൽ ഇതടക്കണം. ഇവിടെ പുറത്ത് 2 ചെറിയ കുട്ടി വീടുകളുണ്ട്. ഇതാ കണ്ടാ, ഇതാണ് ഇവിടെ പെൺകുട്ടികളെ വീട് കേട്ടാ. ഇത് ഗേൾസ് ഓൺലി ആണ് അല്ലേ. ഇത് ഗേൾസ് ഓൺലി. തൊട്ടപ്പുറത്ത് അവിടെ ഒരു വീടും കൂടി ഉണ്ട്, ബോയ്സ് ഓൺലി. അപ്പോൾ അതിൻ്റെ പാല് കാച്ചലാണെന്ന് ഞങ്ങൾ പാല് കാച്ചൽ എന്നെ വിളിച്ചു കൊടുത്ത് ഇവിടെ കസാലയിൽ ഇരിക്കുകയാണ്. റെഡി അതിൻ്റെ ശേഷം വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ വന്നത് ഒരു ലൈവിൽ. പിന്നെ പണ്ട് നമ്മൾ കളിച്ചിരുന്ന കൂട്ടാനും വെച്ച് കളിക്കുക, തക്കാളി കൂട്ടാനും ചോറും. നിങ്ങളെ വീട്ടിൽ എന്തൊക്കെയാണ് ഫുഡോള്? ആ മൈലാഞ്ചി കാണിച്ചോടെ. അത് ആരിട്ടെന്ന് പറഞ്ഞു കൊടുത്തേ? ഉമ്മാമി ഇട്ടെന്ന മൈലാഞ്ചിയാണ്. ഇതവിടെ ഐ ലവ് യു പപ്പ എന്നൊക്കെ എഴുതിക്കണം അല്ലേ. മാമി കെട്ടിത്തരൂ. ആ പാത്തുവിന്റെ മൈലാഞ്ചി. നിങ്ങളെല്ലാരും നിങ്ങളെ വീട്ടിൽ പോക്കാണെങ്കിൽ ഞങ്ങളെ വീട്ടിൽ വരാം. ഞാൻ ആദ്യം കുറച്ച് കമന്റ്സ് ഒക്കെ വായിക്കട്ടെ. ആ നിങ്ങൾ ബാർബി ഡാൻസ് ഒക്കെ സെറ്റ് ആക്കി കൂടി. ഞാൻ അപ്പം വരാം. ലിനു എവിടെ ചോദിക്കുന്നുണ്ട്. ലിനു അവിടെ എന്താ, ലിനുവിൻ്റെ വീടാണ് ഇവിടെ. അപ്പുറം ഒരു ആൺകുട്ടികളെ വീടുണ്ട്, പെൺകുട്ടികളെ വീടാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ആൺകുട്ടികളെ വീട് തൊട്ട് അപ്പുറം അവിടെ ഉണ്ട്. ഇതാണ് ബോയ്സ് ഓൺലി. ബോയ്സ് ഓൺലി കണ്ടോ. അപ്പം ഇനി കുറച്ച് കമൻസ് ആയിക്കോട്ടെ. ഓലെ ആൺകുട്ടികളെ വീടിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല, എത്ര പണി കഴിഞ്ഞിട്ട് ചെന്നാൽ മതി എന്ന് എന്നോട് പറഞ്ഞത്. ഓർക്ക് വരുന്ന കറക്റ്റ് വഴി കൂടെ ചെല്ലണം പോലും. ഹായ് ഹായ് ഹായ്. റാസൽ കൈമ എവിടെയാണ് ചോദിച്ചിട്ടുണ്ട്. സുമി എവിടെ? റാസൽ കൈമയിൽ എവിടെയത്? ബുറൈറ. അമേരിക്കൻ യൂണിവേഴ്സിറ്റിൻ്റെ അടുത്ത് അത്രേ ബുറൈറ. അതാവുമല്ലോ. പിന്നെ വേറെ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കണത്? ആ ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുള്ള കുറച്ച് വഴി തന്നെയുള്ള അമേരിക്കൻ യൂണിവേഴ്സിറ്റി. ഇതിലേക്ക് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണാം എപ്പോഴും. അപ്പോൾ അതിൻ്റെ അടുത്താണ്. സെലി ഉണ്ടല്ലോ അവിടെ ഇതിൽ. സെലി തിരുന്ന് ചിരിക്കണ്. ഇത്താ സുഖാണോ ചോദിച്ചിട്ടുണ്ട് ഷംന. സുഖാണ്. എന്തൊക്കെ നിങ്ങളൊക്കെ എല്ലാവരും വിശേഷം? ചായ കുടിക്കാറൊക്കെ ആയ നാട്ടിൽ? ചായ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ എൻ്റെ സായമോൾക്കും റിസമോൾക്കും ഒരു ഹായ് പറയുമോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സായമോളെ റിസമോളെ എല്ലാവർക്കും ഹായിട്ട്. ഞാൻ എപ്പോഴും ലൈവ് വരുമ്പോഴും മക്കളെവിടെയും ചോദിക്കലുണ്ടല്ലോ. അതുകൊണ്ട് അന്നിപ്പോൾ എല്ലാത്തിനും പെറുക്കിയെടുത്ത് വന്നത്. ഇതിലപ്പോൾ സാക്കുവിൻ്റെ ഒരു മോള് മാത്രമേ കുറവുള്ളൂ, ബാക്കി എല്ലാതൊന്നും ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ 2 ദിവസമായി ഇപ്പം ഇങ്ങോട്ട് റാസൽ കൈമേൽക്ക് വന്നിട്ട്. അപ്പോൾ എൻ്റെ കൂടെ സാക്കുവിൻ്റെ മോനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബഹളമാണ് ഇപ്പോൾ. അതായത് നമ്മളെ പണ്ട് ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലേക്കൊക്കെ നിൽക്കാൻ പോകുമ്പോഴൊക്കെ ഇതുപോലെ ലഹളം ഉണ്ടാവുക. കസിൻസ് എല്ലാവരും കൂടിയും ചേർന്നിട്ട് കുളിക്കലും പിന്നെ ഒരുമിച്ച് ഫുഡ് കഴിക്കലും ഒരുമിച്ച് കളിക്കലും ഒക്കെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ TV ഗെയിം കാര്യങ്ങളൊന്നും മക്കൾ കുറച്ചുകൊണ്ട് വിട്ട് നിൽക്കില്ല എല്ലാവരും കൂടിയും കൂടുമ്പോൾ. അതേപോലെ തന്നെ ഇവിടെ പെട്ട 2 ദിവസമായിട്ട്. കാരണം ഇവരൊക്കെ ഒറ്റക്കാവുമ്പോൾ എപ്പോഴും മൊബൈൽ, ടാബ്, TV, കാർട്ടൂൺ അതൊക്കെ ആയിട്ട് അഡിക്റ്റഡ് ആയിക്കാരം. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇവർ ഫുൾ കളിയിലാണ്. പുറത്ത് ഇവരെ വീടുണ്ടാക്കൽ, ചോറും കൂട്ടാനും വെക്കൽ, വീടിൻ്റെ ഹൗസ് വാമിങ്, വീട് ഡെക്കറേറ്റ് ചെയ്യൽ. പോലെ തന്നെ ഒരു വീട് ഇതാണ്ടാ. ഇതുപോലത്തെ 2 വീടുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. 2 റൂമാണ് ഇത്, പുറത്തുള്ള 2 റൂം. ആ 2 റൂമും ഒരു വീടാക്കി എടുത്തിട്ടേ നല്ല കളിയില്ല. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് രസം. അതായത് മക്കളെ തമ്മിൽ അമ്മായി ആയിട്ടും വല്യമ്മ ആയിട്ടും പിന്നെ മമ്മി മക്കളുമായിട്ടും ഒക്കെ നല്ല കളിയിലാണ്. ഇവരെ കളി നമ്മൾ ഒളിഞ്ഞു കേൾക്കുമ്പോഴേ നല്ല രസമാണ്. മമ്മി മോളെ സ്കൂളിൽ കൊണ്ട് വിടട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ കാണുമ്പോൾ ഭയങ്കര കുറവ്. അപ്പോൾ ഞങ്ങൾ മാറി നിന്നിട്ട് കളി ഇങ്ങനെ നിരീക്ഷിക്കലാണ്. അപ്പോൾ പഴയ കാലൊക്കെ ഓർമ്മ വരുന്നത്. എന്നാ നാട്ടിൽ വരിക ചോദിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മളെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കട്ടോ. വീഡിയോ ഇടുന്നില്ലേ താത്താ ചോദിക്കുന്നു. അപ്പോൾ ഇൻഷാല്ലാ നമ്മളെ കാത്തിരിപ്പിന് സെക്കൻഡ് പാർട്ടാണ് എല്ലാവരും ഉദ്ദേശിക്കണമെന്ന് അറിയാം. വരും ഇൻഷാല്ലാ കേട്ടോ. നമ്മളൊക്കെ സെറ്റാക്കാം. ഇപ്പോൾ കുറച്ച് ഫാമിലിക്ക് വേണ്ടി കുറച്ച് ടൈം മാറ്റിയേക്കാം. നമ്മൾ സ്വന്തമായിട്ട് എൻജോയ് ചെയ്യാനും കുട്ടികളൊപ്പം എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള കുറച്ച് മാസങ്ങൾ അത്രയേ ഉള്ളൂ.
ഇത്താനെ ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് യു പറഞ്ഞിട്ടുണ്ട് ഷംന. ലവ് യു ടു. പിന്നെ ഇത്താൻ്റെ ഒരുപാട് എന്താണ് അടിപൊളി അടിപൊളി അടിപൊളി. കുട്ടി കുപ്പായിട്ടില്ലേ അപ്പോ? കുട്ടിക്ക് പോയി ഡ്രസ്സൊക്കെ ഇട്ട് എടുത്തിട്ട് വാ. എന്നാ ഞാനിത് വായിക്കട്ടെ, നിങ്ങൾ ചെല്ല്. ഹായ് ഹായ് ഒരുപാട് പേര് ഹായ് ഹായ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഹായ് എല്ലാവരോടും ഹായ്. അസ്സലാമു അലൈക്കും പറഞ്ഞവരോടൊക്കെ വലൈക്കും അസ്സലാം. കിച്ചു പോയോ ചോദിക്കുന്നുണ്ട്. കിച്ചു പോയി. കിച്ചു ഖത്തർക്ക് പോയി. 15 ദിവസം ഉണ്ടായിരുന്നു ഇവിടെ കൽബലും റസൽ കൈമയിലും ആയിട്ട്. ഞങ്ങൾ രണ്ടിടത്തും കൂടി ആയിട്ട്, അതായത് എൻ്റെ താത്താൻ്റെ അടുത്തും നാത്തൂൻ്റെ അടുത്തും അങ്ങനെ രണ്ടിടത്തും കൂടി ആയിട്ട് 15 ദിവസം ഞങ്ങൾ നിന്ന് കിച്ചു ഇവിടെ ഖത്തർക്ക് തന്നെ തിരിച്ചു പോയി. നമ്മൾ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല തണുത്ത കാറ്റാണ് കേട്ടോ അവിടെ അപ്പോൾ നല്ല തണുപ്പ് ക്ലൈമറ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ചുണ്ടും മുഖമൊക്കെ ആകെ പൊട്ടലെടുത്തിക്കണ്. ചുണ്ടൊക്കെ ആകെ വിണ്ടും പൊട്ടലെടുത്തിക്കണ്. ജേബ് എപ്പോഴാണ് പോയി അറിഞ്ഞില്ല പറഞ്ഞിട്ടുണ്ട് റൈഹാൻ. നമ്മളിപ്പോൾ പോന്നിട്ട് ഈ ഒരു 23-ാം തീയതി വന്നാൽ, ജനുവരി 23-ാം തീയതി വന്നാൽ 2 മാസമായി ഇപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് പോന്നിട്ട്. എന്താണ് ഫർഹാൻ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ റാസൽ കൈമയിലാണോ ഉള്ളതെന്ന്. ഞാൻ ഇപ്പോൾ റാസൽ കൈമയിലാണ് ഉള്ളത് കേട്ടോ. അവിടെ റാസൽ കൈമ ഏരിയയിൽ ഉള്ളവരൊക്കെ ആണെന്നുണ്ട് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റയിൽ പറ്റുവെച്ചാൽ മെസ്സേജ് ചെയ്യുക, നമുക്ക് കാണാൻ പറ്റണവരാണെന്ന് വെച്ചാൽ കാണാം കേട്ടോ. ഇൻഷാല്ലാ. ഇൻസ്റ്റ ഐ ഡി ജയ്ബൂസ് വേൾഡ് തന്നെയാണ് ഇൻസ്റ്റ ഐ ഡി വരുന്നത്. അപ്പോൾ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുക, നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നവരാണെങ്കിൽ റാസൽ കൈമ ഏരിയയിൽ എവിടെ ഉള്ളവരാണെന്ന് വെച്ചാൽ നമുക്ക് നേരിട്ട് കാണാം. ഞാൻ ഇൻസ്റ്റയിൽ അപ്പോൾ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ തരണ്ട് കേട്ടോ. ഇതുണ്ടോ? ഹായ് ഹായ് ഹായ്. കുറേ ആൾക്കാർ ഹായ് പറഞ്ഞു. ഒരു ഹായ് കൊടുത്താ ബബ്ലൂട്ടിയെ. ഹായ്. പിന്നെന്താണ്, നാട്ടിൽ വരുന്നത് പറയാം. നമ്മൾ എന്തായാലും ഓരോരോ വിശേഷങ്ങളായിട്ട് ഓരോ ദിവസം പറയുന്നുണ്ട് ഇപ്പോൾ വ്ളോഗിലൂടെ. അതുപോലെ എല്ലാം ഷെയർ ചെയ്യട്ടെ. മക്കൾക്ക് ക്ലാസ് ഇല്ലേ ചോദിച്ചിട്ടുണ്ട്. മക്കൾക്ക് ക്ലാസ് ഉണ്ട്, നാട്ടിൽ ക്ലാസ് ഉണ്ട്. അവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ലാസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുഞ്ഞോളെ ഒരു പാഠം പഠിപ്പിക്കണം. ഇൻഷാല്ലാ നമുക്ക് കുഞ്ഞോളെ ഒരു പാഠം പഠിപ്പിക്കണം കേട്ടോ. സൂപ്പർ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. വാച്ചിങ് ഫ്രം പ്യൂൺ. വേർ ആർ യു ഫ്രം? നമ്മളിപ്പോൾ റാസൽ കൈമലാണ് കേട്ടോ. നമുക്ക് എന്താണ് ഹായ്. ഞാൻ ജുവൈരിയ ഒരു ഹായ് പറയുമോ പറഞ്ഞിട്ടുണ്ട് യൂസഫ്. ജുവൈരിയ ഹായ്. പിന്നെ ഷിഫിൻ്റെ എൻ്റെ കൊണ്ടുപോവാന്നേ ചോദിച്ചിട്ടുണ്ട് മുഹമ്മദ്. ഷിഫിന് ഇൻഷാല്ലാ നമ്മൾ പറയാം എല്ലാ കാര്യങ്ങളും. ഓനിപ്പോൾ 9-ാം ക്ലാസ് അല്ലേ, ഓനായിട്ട് പോരണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മൾ ആദ്യം. പക്ഷേ ഞങ്ങൾക്ക് ഓൻ പറഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ ഈ ടൈമിൽ വന്നിട്ടുണ്ടെങ്കിൽ എക്സാമിന് പിന്നെ ഞാൻ നാട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാം സമയമാകുമ്പോൾ ഞാൻ തന്നെ കിടന്ന് പാടുപെടേണ്ടെന്ന് വെച്ചായിരുന്നു. പിന്നെ അപ്പോൾ ഓൻ്റെ ഇഷ്ടപ്രകാരം തന്നെ ഓൻ വരാതിരുന്നത് കേട്ടോ. പിന്നെ വലിയ കുട്ടികളായി തുടങ്ങിയില്ല, 9-ാം ക്ലാസ് ആയി തുടങ്ങിയില്ലേ. ഓർക്ക് ഓരോ ഭാവി കാര്യങ്ങൾ നോക്കണ്ടേ. ഇവരൊക്കെ 3 പേരും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഉണ്ട് അത്ര പോലെ വീടിൻ്റെ ഉദ്ഘാടനത്തിന്. പിന്നെ ഇവർ 3 പേരും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായതുകൊണ്ട് നമുക്ക് ചെറിയ ക്ലാസ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് ക്ലാസ് മിസ്സായാലും വലിയ പേടി കാര്യങ്ങൾ കിട്ടില്ല. പിന്നെ ഇവർക്ക് ഓൺലൈൻ വഴി ക്ലാസ് കിട്ടിയാലും അത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാവുന്നതേ അല്ലേ ഉള്ളൂ. 9-ാം ക്ലാസ്സൊന്നും ഇന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടൂല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഓനിക്ക് എന്നെക്കുറിച്ച് നല്ല അറിവുള്ളതുകൊണ്ട് ഓൻ പറഞ്ഞു 9-ാം ക്ലാസ്സിൽ അമ്മച്ചിയുടെ കളിക്കുന്ന ശരിയാവില്ല പറഞ്ഞിട്ട് ഓൻ തന്നെ പറഞ്ഞത് വരണില്ല എന്നുള്ള കേട്ടാ. അപ്പോൾ അതുകൊണ്ടേ ഓൻ പോരാഞ്ഞത്. മാം പിന്നെന്തൊക്കെയാണ് മാം എന്നെ കൊണ്ടെന്ത് നമുക്ക് മനസ്സിലായില്ല കമൻറ്റ്. സുഖാണോ ചോദിച്ചിട്ടുണ്ട്. സുഖാണ്. ഐ ആം നുസി പറഞ്ഞിട്ടുണ്ട്. നുസി ഹായ്. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നാട്ടിലിപ്പോൾ ചൂടാണോ എങ്ങനെയാണ്? ചൂടില്ല എന്നാണ് മോൻ വിളിച്ച് പറഞ്ഞത്. ഫിനോട്ട് വിളിക്കുമ്പോൾ പറഞ്ഞാൽ ഇവിടുത്തെ തണുപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഉമ്മച്ചി അവിടെ രാവിലെ നല്ല തണുപ്പാണ് ഇപ്പോൾ. സാധാരണ ഇപ്പോൾ അവിടെ ചൂടിൻ്റെ സമയമല്ലേ, പക്ഷെ എന്നാലും അവിടെ നല്ല തണുപ്പാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവന് ഉച്ച സമയമൊക്കെ ആകുമ്പോഴേ ചൂടുള്ളൂ, രാവിലെയൊക്കെ ആയാൽ നല്ല തണുപ്പാണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തേ ഷിഫിന് വരാഞ്ഞേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഷിഫിൻ വരാത്തതിൻ്റെ കാരണം അത് തന്നെയാണ് കേട്ടോ. അവന് 9-ാം ക്ലാസ് അല്ലേ, അവനക്ക് ഒരുപാട് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ. അപ്പോൾ ഓൻ തന്നെ ഇല്ല എന്ന് പറഞ്ഞതാണ്. ആദ്യത്തെ വീഡിയോസ് വരട്ടെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മൾക്ക് ആ തിരുപ്പിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും ഇൻഷാല്ലാ. ഓളായിരിക്കും അതില്. ഇജെന്താവുക
ഓൾക്കേ ആയിഷ സ്റ്റോറി വന്ന സമയത്തും കാത്തിരിപ്പിൻ്റെ ഫസ്റ്റ് പാർട്ട് വന്ന സമയം ആയിഷ സ്റ്റോറിയിലും കാത്തിരിപ്പിലും ഈ തന്നെയായിരുന്നല്ലോ ഒരു സീനിലല്ലേ. കാത്തിരിപ്പിൽ പിന്നെ കുട്ടികൾക്കും അല്ലാതെ സീൻ ഉണ്ടായിട്ടില്ലല്ലോ. ആയിഷയിൽ മെയിനായിട്ടുണ്ടായിരുന്നത് മീനൂട്ടി റോൾ ഉണ്ടായിരുന്നത് ആറ്റയായിരുന്നു കേട്ടോ. ആറ്റയായിരുന്നു ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മീനൂട്ടിയായിട്ട്. അപ്പോഴത്തേയുള്ള പരാതിയാണ് ബബുലൂട്ടിക്ക്, നിക്കും വേണം ആക്ട് ചെയ്യാന്നല്ലേ. ബബുലൂട്ടിക്കും ആക്ട് ചെയ്യണം പറഞ്ഞിട്ട് ബബുലു കാത്തിരിക്കുകയാണ്. കാത്തിരിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ബബുലൂട്ടി ഒരു റോളായിട്ട് വരാൻ വേണ്ടിയിട്ട് അല്ലേ, ഇൻഷാ അല്ലാ. പിന്നെ ലീനൂട്ടൻ്റെ സ്റ്റോറി നമ്മൾ അമൽ എന്ന് മറ്റുള്ള നമ്മളെ സ്റ്റോറിയിൽ ലീനൂട്ടനാണ് ഉണ്ടായിരുന്നത് കൂടുതൽ അല്ലേ. പണ്ട് ലീനുവിൻ്റെ ചെറുതിലുള്ള സ്റ്റോറി നിങ്ങൾ ജനിക്കുന്നതിൻ്റെ മുമ്പല്ല, നിങ്ങളുണ്ടല്ലോ ഒന്ന്. നിങ്ങൾ ജനിക്കുന്നതിൻ്റെ മുന്നൊന്നല്ല, നിങ്ങൾ ജനിച്ചതിൻ്റെ ശേഷമാണ്. നിങ്ങളൊന്ന് കുഞ്ഞ് ബേബിയല്ലേ. കുറച്ച് വലുതായി നിങ്ങൾ കട കൂടെ എന്താ പറഞ്ഞത്. ഇൻഷാ അല്ലാ ഒരുപാട് വിശേഷങ്ങൾ ഇനി നമുക്ക് പറയാനുണ്ട്. ഞാൻ കുറേ കാര്യങ്ങൾ ഇപ്പോഴും പറയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഓരോരോ വ്ളോഗിലായിട്ട് ഓരോരോ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പറയാം. ശബ്ദം ഉണ്ടാക്കല വെച്ച് വായിക്കാണ്, കമൻസ് വായിക്കാണ്. നിങ്ങളുടെ വീഡിയോ സൂപ്പറാണ് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു പറ. താങ്ക് യു. ഹായ് തരുമോ, ഒരു ഹായ് തരുമോ പറഞ്ഞിട്ടുണ്ട്. ഹായ്. പിന്നെ എന്നാ വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ നമ്മളെല്ലാ കാര്യങ്ങളും പറയാട്ടാ. ഓരോരോ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അങ്ങനെ പറയല്ലേ. ഷെറിക്ക് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹായ് ഹായ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഹായ് പറയൂ പറഞ്ഞിട്ടുണ്ട് കുറേ പേര്. ഹായ്. ലിപ്പ് ഡ്രൈ ആയി പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഡ്രൈ ആയിക്കണല്ലേ എല്ലായിടത്തും എല്ലായിടത്തും അല്ലേ. എന്തുകൊണ്ടാണ്? കാറ്റടിച്ചിട്ടാണ്, തണുപ്പും കാറ്റുമൊക്കെ അല്ലേ. നിങ്ങൾ എന്താ ഇക്ക കൂടെ പോവാത്തത് ചോദിച്ചിട്ടുണ്ട്. കിച്ചുവിന് 15 ദിവസത്തെ ലീവായിരുന്നു. അപ്പോൾ നാട്ടിലേക്ക് വരുന്ന ലീവ് ഇത്തവണ അങ്ങോട്ട് വന്നതാണ്. അങ്ങോട്ട് പോയിക്കോ മാമിൻ്റെ ഫോണായിട്ട്. ഇതാണ് ഫുൾ കോർഡിനേറ്റർ ആറ്റയാണ് കേട്ടോ. പ്രോഗ്രാം കോർഡിനേറ്റർ ആറ്റ ആൻഡ് പാത്തു. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം ചോദിച്ചിട്ടുണ്ട്. സുഖമാണ്. തലാക്കലെ തല്ലുണ്ടാക്കല്ലേ. വിശേഷങ്ങൾ ചോദിച്ചു. നിങ്ങൾ വിശേഷങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്തൊക്കെയാണ് വിശേഷങ്ങൾ, ഇവിടെ വന്നിട്ടുള്ള വിശേഷങ്ങൾ എങ്ങനെയായിരുന്നു? അടിച്ചു പൊളിച്ചാ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ വന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തേ. സുഖമാണ്, സൂപ്പറായിരുന്നു അല്ലേ. വീട്ടിലെല്ലാരോടും അന്വേഷണം പറയാൻ പറ. ഒരുത്ത മുട്ടത്തി പോണോക്ക് നടന്ന് പോണ പഹനാണ്. അതിപ്പോൾ കണ്ട മുട്ടുത്തി പോണ നിലത്ത് കൂടെ ഇവിടെ വേടാ അല്ലെങ്കിൽ കൊടുന്ന് പായു. അപ്പം മണ്ണ് കണ്ടപ്പോൾ അതാ കുഞ്ഞ പൈതങ്ങളെ പോലെ മുട്ടത്തിനോ കിടന്നിട്ട് ഇങ്ങോട്ട് വേണ്ടേ. നിങ്ങൾ ആരുടെ കൂടെ ഉള്ളത് ഇത് മാറ്റുണ്ട്. ഇവിടെ റാസൽ കൈമേലാണെച്ചാൽ എൻ്റെ നാത്തൂനും ഫാമിലി ഇവിടെ ഉണ്ട്. റാസൽ കൈമേൽ കൽബയിൽ എൻ്റെ താത്തയും ഫാമിലി ഉണ്ട്. രണ്ടും അടുത്ത് തന്നെയാണ്. റാസൽ കൈമയും കൽബിയും അടുത്തടുത്ത് തന്നെയാണ്. പിന്നെ കിച്ചു ഉണ്ടായിരുന്നു ഇവിടെ 15 ദിവസം. എൻ്റെ കണ്ണിൽ കൈയിട്ടേ 15 ദിവസം കിച്ചു ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പം കിച്ചു ലീവ് കഴിഞ്ഞ് ഖത്തർക്കന്നെ തിരിച്ചു പോയി. കിച്ചുവിന്റെ ഒറിജിനൽ നെയിം എന്താന്ന് ചോദിക്കണം. പപ്പാടെ ഒറിജിനൽ നെയിം എന്താണ് ബബുലു? സുഹേൽ. പപ്പാടെ കിച്ചുവിന്റെ ഒറിജിനൽ നെയിം സുഹേൽ കേട്ടോ. ഹായ്. ജയമോൾക്കും റസമോൾക്കും ഹായ് പറയൂന്ന് ആറ്റ ബബുലു പറ. ഹായ് ജയമോളെ പറഞ്ഞ. ജയ ആൻഡ് റാസ. ഹായ് തരുമോ റിഫാന? ഹായ്. റിഫാന ബഷീറിനും ഹായ് പറയാന്. ഹായ് 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 പറഞ്ഞ എല്ലാവർക്കും ഹായ് ഉണ്ട് പറഞ്ഞാളെ. എല്ലാവർക്കും ഹായ് ഉണ്ട്. എന്തൊക്കെയാ നാട്ടിലൊക്കെ വിശേഷം? സുഖാണോ ചോദിച്ചോക്കെ ബബുലുവോ? എല്ലാവർക്കും സുഖാണോ? ഞങ്ങൾക്കൊക്കെ സുഖാണ് പറയാളെ. കുറെ കമന്റ്സ് ഉണ്ട്, നമ്മൾ വായിച്ചുതരാം. അപ്പൊ റിപ്ലൈ കൊടുത്താൽ മതി കേട്ടാ. ഹായ് തരുമോ എന്ന് ചോദിക്കണ റിഫാന. ഹായ്. മക്കളെ സ്കൂൾ എവിടെയാണ്? സഫ ഇംഗ്ലീഷ് സ്കൂൾ എവിടെയാണ്? പൂക്കാട്ടിരി. അസ്സലാമു അലൈക്കും. ഫുഡ് കഴിച്ചോ? കഴിച്ചു. അന്നമോൾക്ക് ദുവാ മോൾക്ക് ഹായ് പറയാമോന്ന്. ഹായ്. ജമീല സുഖം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോടിട്ടാ സുഖാണ്. നിജ സുഖാണോ ചോദിച്ചില്ലേ? പകരം സുഖാണ് പറഞ്ഞിട്ടുണ്ട്. നാട്ടിൽ എത്തിയോ ജയ്ബൂന്ന്?
നാട്ടിലെത്തി നമ്മള്? ഇല്ല, നമ്മളിപ്പോ എവിടെയാണ്? യുവിൽ തന്നെ. നമ്മളിവിടെയാണ് ഇപ്പൊ റാസൽ കൈമയിലാണല്ലേ. എന്താ വിശേഷം? സുഖാണ്. സുഖാണോന്ന്? അവർക്ക് എത്ര വയസ്സായിന്ന്? 6. ആ, ആറ്റക്കും ബബുലുക്കും എത്ര വയസ്സാ? 6. ആറ്റക്കും ബബുലുക്കും 6 വയസ്സ്. ലിനുവിന് 7. 7. ലിനുവിന് 7 വയസ്സ്. ആറ്റക്കും ബബുലുക്കും 6 വയസ്സ്. പിന്നെ മോനോസിന് ഒരു ഹായ് പറയാമോ? ഹായ്. പിന്നെ കുറേ പേര് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഹാൻഡി പറഞ്ഞിട്ട് ഒരാള് ഹായ്. ഞാൻ എവിടെ? ദുബായ് ആണ്. അജ്മല് പറഞ്ഞു ഞാനിവിടെ ദുബായ് ഉണ്ട് പറഞ്ഞിട്ടാ. നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഗ്ലോബൽ വില്ലേജും മിറാക്കൽ ഗാർഡനും ഒക്കെ കാണാൻ വേണ്ടിട്ടല്ലേ. ദുബായ് മാളും ബുർജ് ഖലീഫൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ബുർജ് ഖലീഫ കുറേ വട്ടം കണ്ടു. പിന്നെ ഹായ് ഫ്രം ഓസ്ട്രേലിയ. ആരോ ഓസ്ട്രേലിയയിൽ നിന്ന് നമുക്ക് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഒരു ഹായ് കൊടുത്താ? ഹായ്. എന്നാ നാട്ടിൽ പോകുന്നത് ഇൻഷാ അല്ലാ പറയല്ലേ. നമ്മൾ പോകുന്ന ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലും വിശേഷങ്ങളൊക്കെ ഞങ്ങൾ പറയല്ലേ. പിന്നെ ആരാ? റാഷിദ് ഇർഫാൻ KK ഹായ്. റാഷിദിന് ഹായ് കൊടുത്താ? ഹായ്. മോള് പോയോ ചോദിക്കണത് നാത്തൂനായിരിക്കും, ചെറിയ നാത്തൂനായിരിക്കും ചോദിക്കണ്ടാവുക. പോയി പറ. മാമി പോയില്ലേ? മാമിയുടെ കുമ്പിലെ കുഞ്ഞുവാവ ഉണ്ട് അല്ലേ, ബേബി. ചെറിയ നാത്തൂന് പ്രഗ്നന്റ് ആണ് കേട്ടോ. അവിടെ എത്തിയതിന് ശേഷമാണ് അറിഞ്ഞത്. അപ്പോൾ അവൾക്ക് പോയി നല്ല വോമിറ്റിങ്ങും ക്ഷീണവും ഒക്കെ ആയിരുന്നു ആൾക്ക്. അപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോയി. അവൾക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ പോയാൽ മതിയേ, എനിക്ക് പച്ചപ്പ് കണ്ടാൽ മതിയേ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ബഹളം. ഞങ്ങൾ പറയും പ്രഗ്നൻ്റ് ആയവർ സാധാരണ പച്ചമാങ്ങ വേണം, പച്ചനെല്ലിക്ക വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പച്ചപ്പ് കാണണം എന്ന് പറഞ്ഞിട്ട് നല്ല വിളിക്കണ ഒരാൾ ആദ്യമായിട്ടാണ് ഞാൻ കണ്ടിരുന്നായിരുന്നു. അപ്പോൾ അവൾക്ക് പച്ചപ്പ് കാണണേന്ന് പറഞ്ഞാണ്ട് അവള് നാട്ടിലേക്ക് പോയി. താത്ത എവിടെയാ ദുബായിൽ ചോദിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് റാസൽ കൈമയിലാണ്. നമ്മൾ റാസൽ കൈമയിലും കൽബയിലും മാറിയിട്ടുണ്ടാവാറുണ്ട്. ഞാൻ ഇന്നും കൂടി ഓർത്തേ ഉള്ളൂ, നിങ്ങളുടെ വീഡിയോ ഇല്ലാത്തതുകൊണ്ട് യൂട്യൂബ് തുറക്കാൻ തോന്നുന്നില്ല. ഇന്ന് ഉച്ചക്ക് ചോറ് തിന്നുമ്പോൾ ഓർത്തേ ഉള്ളൂ പറഞ്ഞിട്ടുണ്ട് ജുവൈരിയ. നമ്മൾ വ്ളോഗ്സ് ഇടുന്നുണ്ടോ, വ്ളോഗ്സ് ഒക്കെ ഇടുന്നുണ്ട്. നമ്മളവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വ്ളോഗ്സ് ഇടുന്നുണ്ട്. അതിന് ലൈക്ക് കിട്ടിയതിന് ശേഷം അടുത്ത വീഡിയോ ഇടും. അതന്നെ, ഞങ്ങൾ വ്ളോഗ്സ് ഒക്കെ ഇടുന്നുണ്ട്. ആറ്റും ബബുലൊക്കെ ഉള്ള വിശേഷങ്ങളില്ലേ, പാത്തുള്ള വിശേഷങ്ങള്, ആറ്റും ബബുലുള്ള വിശേഷങ്ങള് ഒക്കെ ആയിട്ട് നമ്മൾ വ്ളോഗ്സ് ഇടുന്നുണ്ട്. വീട്ടിലുള്ളിൽ കയറി കാണാം. ഞാൻ പോരാ, ഞാൻ വെച്ച് കുറച്ചുകൂടി കമന്റ്സ് വായിച്ചിട്ട് നിങ്ങളെ വീട് കാണിച്ചു കൊടുക്കാം. അപ്പൊ നിങ്ങളൊക്കെ റെഡിയാക്കി, പാലൊക്കെ കാച്ചാൻ വെച്ച് റെഡിയാക്കിയാ? അപ്പൊ ഞാൻ വരാം, ഞാൻ ആദ്യം റെഡി വരട്ടെ. അപ്പോ ഇതൊക്കെയാണ് നമ്മളവിടെ വിശേഷങ്ങള്. ഹായ് പറയൂ ജെറീന. ഹായ് കൊടുത്ത പാത്തുവോ? ഹായ്. കൊറേ പേര് ഹായ് ചോദിക്കണം നിങ്ങളോട്. ഹായ്. മക്കള് സ്കൂളിലില്ലേ ചോദിച്ചിട്ടുണ്ട്. മക്കൾക്ക് ഇപ്പോൾ വലിയ വഴി ക്ലാസ് കിട്ടുന്നുണ്ട് അല്ലേ. പിന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. മിസ് ഇങ്ങനെ വിടും. അപ്പൊ ഇവര് പഠിച്ചിട്ട് മിസ്സിന് വിട്ടു കൊടുക്കും അല്ലേ. ടൂറൊക്കെ പോകുമ്പോ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അപ്പൊ രാത്രി വന്നെഴുതും. അപ്പൊ രാത്രി വന്നിട്ട് ഓല് എഴുതും. അങ്ങനെ ഓല് പഠിക്കും അല്ലേ. മിസ് വിട്ടിരുന്നൊക്കെ ഓല് പഠിക്കുന്നുണ്ട് നല്ല കുട്ടികളായിട്ട് അല്ലേ. പഠിക്കുന്നുണ്ട് അൽഹംദുലില്ലാഹ്. എന്ന് പറഞ്ഞ പോലെ ഓലും വിട്ടുകൊടുക്കണത് ഇങ്ങനെ പഠിക്കുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ടില്ലേ. ഹായ് പറയോ നിങ്ങൾ ഇപ്പോൾ എവിടെയാണ്? റാസൽ കൈമയിലാണോന്ന്? നമ്മളിപ്പോ റാസൽ കൈമയിലാണ് കേട്ടോ. റാസൽ കൈമയിൽ ഇവിടെ ഓലൊക്കെ നാട്ടിലുള്ളവരുണ്ട്, ദുബായിലുള്ളവരുണ്ട്, റാസൽ കൈമയിൽ പലരും പല സ്ഥലത്തായിരിക്കും. നമ്മൾ ലൈവ് ഇടുമ്പോൾ പല സ്ഥലത്തുള്ളവരും ഉണ്ടാവും. മനസ്സിലായാ? നമുക്ക് കാണാൻ പറ്റുന്നവരൊക്കെ ഞങ്ങൾ കാണാൻ പറയും. ഞങ്ങൾ ഇവിടെ വന്നതിന്റെ ശേഷം ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടില്ല പൊന്നാ, ഒരുപാട് പേരെ കണ്ടിട്ടാ ഞങ്ങള്. ഓരോ സ്ഥലത്തെത്തുമ്പോ കാണാം. നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ പോയപ്പോഴും അതുപോലെ മാളുകളിൽ ചെല്ലുമ്പോഴും ഒക്കെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കാണായിരുന്നു. ഇപ്പൊ അടുത്ത് നെസ്റ്റോയിൽ പോയപ്പോ ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു മോള് ഇവിടെ പഠിക്കുകയെന്ന് പറഞ്ഞു, കൽബയിൽ പഠിക്കുകയാണ് പറഞ്ഞു. അവളുടെ ഉമ്മ സ്ഥിരമായിട്ട് നമ്മളുടെ സ്റ്റോറീസൊക്കെ കാണലുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തൊക്കെ ചെയ്തിട്ടാ. ഞാൻ ഇവളെ വീടൊന്ന് കാണട്ടെ. എൻ്റെ വാപ്പാ
എന്താണ് ഓളെ വീട് ഇട്ട അവളെ വീട് കാണാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഒക്കെ സെറ്റ് ആയതിൻ്റെ ശേഷം വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ ഇവിടെ പുറത്തിരുത്തിക്കുക. ഇതാണ് പോലെ പ്രയർ റൂമാണ് കേട്ടോ. അത് അവരുടെ പ്രയർ റൂമാണ് കളിക്കുമ്പോൾ. ആ അപ്പോൾ ഇതാ ഇവിടെ അവര് നിസ്കരിക്കുന്നതും ഇവിടെ ഒരു കിടന്നുറങ്ങണതും. അത് അവരുടെ ഷെൽഫ് കാര്യങ്ങൾ അല്ലേ. കൊറേ ആൾക്കാർ ഹായ് പണ്ട്. ഞാനൊന്നും ഇവിടെ ഇരിക്കട്ടെ. അഞ്ഞമ്മച്ച് ഇവിടെ ഇരിക്കട്ടെ കേട്ടാ. കഴിഞ്ഞില്ല നിങ്ങളെ വീടിന്റെ പരിപാടികള്? എന്താ പഠിച്ചോനെ ഓലെ വീട് കാണുന്ന വരെ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. എന്തായാലും അത് കണ്ടുവന്ന് ഇന്നും കൂടി ആലോചിച്ചുള്ളൂ പറഞ്ഞിട്ടുണ്ട്. കാത്തിരിപ്പ് ന്യൂ എപ്പിസോഡ് എന്നാ താത്ത? ഇൻഷാ അല്ലാ നമ്മള് കാത്തിരിപ്പ് എന്ത് ഇത് കാർപ്പോച്ചു സ്റ്റേജു ആണ്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞ് മാറേണ്ടി വരുമോ? ആയിക്കോട്ടെ, താങ്ക് യു. ഇതുപോലെ കാർപ്പോർച്ചാണ് അത്ര പണ്ടാറ് മക്കളെ. ചെറിയൊരു മിനിറ്റ് കൂടി ഇനി പോലെ വീട് ഉദ്ഘാടനത്തിന് പോണം. ഞാൻ നടന്ന് ഉദ്ഘാടനം ചെയ്യും. ഒരു പെണ്ണുങ്ങളെ വീടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഞാനുങ്ങളെ വീടിന്റെ ഉദ്ഘാടനം ഉണ്ട്. നിങ്ങൾക്ക് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇക്കൊന്നും തരണമൊന്നുമില്ലല്ലോ. വെറുതെ ഉദ്ഘാടനം കഴിച്ചിട്ട് പോരുക. ഉദ്ഘാടനം ഓരോ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോ നല്ല നല്ല സാധനങ്ങൾ പൈസ ഒക്കെ വരും. ഹബീബ ഹായ് പറയൂ പറഞ്ഞിട്ടുണ്ട്. ഹബീബ ഹായ് ഹായ്. കാത്തിരിപ്പ് സെക്കൻഡ് പാർട്ടി എന്നാണ്? ഇൻഷാ അല്ലാ ട്ടാ നമ്മളൊക്കെ അറിയിക്കാം. ആദു ആരാന്ന് ചോദിക്കണം. ആദുട്ടിയെ ആദു ആരാണ് പറഞ്ഞു കൊടുക്ക്. ആദു ആരാ? ആദു നാത്തൂന്റെ മോളാണ് കേട്ടാ, മോനാണ് കേട്ടാ. നാത്തൂന്റെ ചെറിയ മോനാണ് ആദു. കുഞ്ഞു ഇത് ചെറിയ ബേബി. ഹായ് തരുവോ പറഞ്ഞിട്ടുണ്ട്. ഒരു ഹായ് കൊടുക്കും. ആറ്റ ആള് മാറിയിട്ടാ. അത് പാറ്റയാണ്. ഇതുവരെ ഉണ്ടായിരുന്നതിന്റെ മടി ഉണ്ടായിരുന്നത് ബബുലു ആണ്. ഇപ്പം ആറ്റയാണ്. അതാ ബബുലുതാ. ഹായ് പറയോ ഹായ് പറയോന്ന്. വ്ളോഗ് അല്ലടാ, നമുക്ക് നിങ്ങളുടെ വീഡിയോസ് കാണണം, അതാണ് വേണ്ടത്. എന്തായാലും 100 ആയുസാണ്, ഇന്ന് കൂടി ഓർത്തേ ഉള്ളൂന്ന്. താങ്ക് യു. പിന്നെ ഇൻഷാ അല്ലാ എനിക്കറിയാം ഞങ്ങൾക്ക് ആർക്കും വ്ളോഗിനോടല്ല താല്പര്യം, എല്ലാവർക്കും നമ്മളുടെ സ്റ്റോറീസിനോടാണ് താല്പര്യം എന്നറിയാം. ഇൻഷാ അല്ലാ നമ്മളെന്തായാലും കാത്തിരിപ്പിൻ്റെ സെക്കൻഡ് പാർട്ട് നിങ്ങളെല്ലാവരും വിചാരിക്കുന്നതൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവരണം എന്നാണ് പ്രതീക്ഷ, ആഗ്രഹം. അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ ഇപ്പോൾ കാത്തിരിപ്പിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ കൂടെ തന്നെ ഞാൻ ഇപ്പോൾ സെക്കൻഡ് പാർട്ട് കൂടി വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ നല്ല ആയുസാന്ന് പറഞ്ഞില്ലേ, ആ ആയുസിന് ചിലപ്പോൾ ഇതാവും. കാരണം അത്രയ്ക്ക് മെൻ്റലി ഫിസിക്കലി നല്ല ടയേർഡായിട്ടാണ് നമ്മൾ ആ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ പാടെ ഇങ്ങോട്ട് പോകുന്നത്. അപ്പം ഇനി ഒന്ന് റെസ്റ്റിംഗ് ടൈമാണ് അല്ലേ, കുറച്ച് റെസ്റ്റിംഗ് ടൈം. പിന്നെ നമ്മൾ സ്റ്റോറി മാത്രമാകുമ്പോൾ ഇവരുടെ കൂടെ തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റിന് പോലും കുറച്ച് സമയമില്ലാത്ത പോലെ ആയിരുന്നു. എപ്പോഴും ഫുൾ ടൈം നമുക്ക് ആ സ്റ്റോറിക്ക് മാത്രമായിട്ട് നിർത്തും. ഇപ്പോൾ എന്തായാലും 1-2 മാസമായിട്ട് ഇപ്പോൾ മക്കളായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് പോകുന്ന ഒരു ടൈമാണ്. അപ്പോൾ കുറച്ച് ടൈം ഫാമിലിക്ക് കൂടി വേണ്ടിയിട്ട് മാറ്റി വെക്കല്ലേ. പിന്നെ കിച്ചു നാട്ടിൽ വന്ന സമയമാകുമ്പോൾ നമുക്ക് ഷൂട്ടിങ്ങും കാര്യങ്ങളൊന്നും ഒന്നും നടക്കാറില്ല സാധാരണ. അപ്പോൾ പിന്നെ കുറച്ച് സമയം കിച്ചു നാട്ടിൽ വരുന്ന സമയം 15 ദിവസമേ ഉണ്ടാവലുള്ളൂ. അപ്പോൾ ഇത്തവണ നാട്ടിലേക്ക് വന്നതിന് പകരം ഇങ്ങോട്ട് വന്ന കാരണം കൽബയിലേക്ക് വന്നതുകൊണ്ട് ഞങ്ങൾ ഇത്തവണത്തെ 15 ദിവസം ഇവിടെ നല്ല അടിച്ചു പൊളിച്ചു നടന്നു. ഇന്നും കൂടെ ഞാൻ ആലോചിച്ചുള്ളൂ. പിന്നെ ആരാണ് കാത്തിരിപ്പ് സ്റ്റോറി പാട്ടെന്നാണ് ഇൻഷാ അല്ലാ. പിന്നെ അതൊക്കെ ഞാൻ വായിക്കാത്ത കമൻസുകൾ വായിക്കട്ടെ. കുറേ കമൻസ് അത് വന്ന് കിടക്കണം. ദിവസം ഒന്നുകൊണ്ട് അറിയില്ല. നല്ല മക്കൾ ഉണ്ടാകാൻ, പ്രത്യേകിച്ച് പെൺമക്കൾ. ഇൻഷാ അല്ലാ എല്ലാവർക്കും നല്ല നല്ല മക്കളെ കിട്ടട്ടെ അല്ലേ. നിങ്ങൾ നല്ല മക്കളാണെന്നാ പറഞ്ഞത്. നല്ല മക്കളാണ് നിങ്ങൾ, നല്ല മക്കൾ. ഇൻഷാ അല്ലാ എല്ലാവർക്കും നല്ല മക്കളെ കിട്ടട്ടെ എന്നാ പറഞ്ഞത് എൻ്റെ വാപ്പോ. ആദ്യം ഇന്നലെ സ്വപ്നം കണ്ടു ഞാൻ സത്യം, ഇന്നലെ സ്വപ്നം കണ്ടു നിങ്ങളോട് വീഡിയോ ഇല്ലേ എന്ന് ചോദിച്ചു. എന്താ നമ്മൾ സ്വപ്നം കണ്ടത്രേ. ഒരു ഹായ് പറയോ പറഞ്ഞിട്ടുണ്ട് ആരിഫ. ഹായ് ഓട്ടാ. ഹായ് 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 പറയാ. എത്ര ആൾക്കാരാണല്ലേ. ഹായ് 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 ഹായ്. ഓള് ഞാൻ പറഞ്ഞില്ലേ പേര് വായിച്ചപ്പോഴും പേര് പറഞ്ഞിട്ട് ഹായ് പറയുന്നുണ്ട് ബാത്തു. മുഹമ്മദ് ഇർഫാൻ ഹായ് പറയാൻ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156 157 158
മോള് ക്യൂട്ടാണ് ഇത്രങ്ങള്. ആയിഷാന്റെ പാർട്ട് 2 ഉണ്ടോ ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ പാർട്ട് 2 ഉണ്ടാവും അല്ലേ? ഇൻഷാ അല്ലാ. കൊറേ ദിവസങ്ങളുണ്ടാവണം അല്ലേ? കൊറേ മാസങ്ങളുണ്ട് അല്ലേ? സാക്കു ചോദിക്കണ എന്റെ മകൻ എവിടെയെന്ന്. ആയിമാ, എൻ്റെ മകൻ അവിടെ ഭയങ്കര തിരക്കിലാണ് മളെ. ഇവിടെ വീടിന്റെ ഇപ്പൊ പെൺകുട്ടികളെ വീടിന്റെ പാലുകാച്ചൽ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഓലെ വീടിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കും. ഓലെ ഇവിടെ വീടിന്റെ എന്താ പറയുക ഓലെ വീടിന്റെ ഇന്റീരിയർ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞിട്ട് ആ വഴിക്ക് വന്നാൽ മതി എന്നാ പറഞ്ഞത്. ഞാൻ എളുപ്പ വഴി പിടിച്ച് ഇതിൽ കൂടെ ചെന്നപ്പോൾ എന്നോട് പറയാം നേരിട്ടുള്ള വഴി കൂടെ ചെല്ലണത്ര, അതിൽ കൂടെ പോകണം എന്നൊക്കെയാണ് പറഞ്ഞത്. ഓലെ വീട് പണി കഴിഞ്ഞപ്പോൾ വരും. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. കാത്തിരിപ്പ് കണ്ട് എൻ്റെ അമ്മായിമ്മ കുറച്ചൊക്കെ മാറ്റം വെച്ചു. സമാധാനായി. കുറേ അമ്മായിമാർക്ക് നേരം വെളുത്തുനിന്ന് കുറേ ആൾക്കാരായി എന്നോട് പറഞ്ഞ്. അമ്മായിമാരൊക്കെ അത് കണ്ടിരിക്കണം. അമ്മായിമാരെ എല്ലാ അമ്മായിമാരും ഒരുപോലെയാണെന്നല്ല കേട്ടോ പറഞ്ഞത്. നല്ല അമ്മായിമാരുണ്ടല്ലോ. നേരം വെളുക്കാത്ത അമ്മായിമാർക്ക് കുറച്ചെങ്കിലും നേരം വെളുത്താൽ അതന്നെ വലിയ സന്തോഷം. നല്ല അമ്മായിമാരുണ്ട്. പിന്നെ ഇപ്പത്തെ ജനറേഷനിൽ കുറെ നേരെ തിരിച്ചാവല്ലോ എടുത്തിരിക്കണം കേട്ടോ. അപ്പത്തെ അമ്മായിമാർക്ക് മരക്കളെ പേടി. പണ്ടേ അമ്മായിമാരെ പേടി, ഇപ്പൊ മരക്കളെ പേടി. കർണാടകന്നൊക്കെ നമുക്ക് ലൈവില് വന്നിട്ടുണ്ടായിരുന്നു. സെയ്ദ് അബ്ദുൽ ഹുറൈ നാഷൂർ നഗരം, കർണാടക, ഇന്ത്യ. അല്ല പറഞ്ഞ എന്തായിട്ട് കളിക്കത്? ഫ്ലാഗറ്റ് കളിക്കാതെ കൊണ്ടത്. ആയിഷ സ്റ്റോറി സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിഷയിൽ ആരായിരുന്നു? ആയിഷയിലെ മീനുട്ടിയാണിത്. മീനുട്ടി ഹായ് പറയൂന്ന്. ഹായ്, ഹലോ, ഹലോ, ഹായ്, ഹലോ. എവിടെയാണ് ചോദിക്കണം? കൽബയിലല്ലേ? ഇപ്പൊ റാസൽ കൈമയിലാണ്. റാസൽ കൈമ, റാസൽ കൈമയിലാണ്. എന്താ പറഞ്ഞ വിളിക്കണ പോയേക്ക്. പിന്നെ എന്തൊക്കെയാ എല്ലാവരും വിശേഷങ്ങൾ? നാട്ടിൽ ചായ കുടിക്കാനൊക്കെ ടൈം ആയിക്കിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ ഇവിടെ 3:20 സമയം. അവിടെ പോയിട്ടുണ്ടാവും 4 സംതിങ് ആയിട്ടുണ്ടാവും അല്ലേ? എന്തൊക്കെയാ വിശേഷങ്ങൾ? എന്നിട്ട് എല്ലാവർക്കും സുഖമല്ലേ? ക്രിസ്മസ് ലീവൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ? 2-3 ദിവസമായിട്ടുണ്ടാവുമല്ലോ അവിടെ തുറന്നിട്ടില്ലേ? ഇവിടുത്തെ ലീവ് കഴിഞ്ഞ് മോൻ ഇവിടെ നാത്തൂൻ്റെ മോനക്ക് ഇന്ന് ക്ലാസ് തുടങ്ങി. ഹായ് പറയൂ പറഞ്ഞിട്ടുണ്ട്. റഹ്മത്തെ ഹായ്. ഒരു ഹായ് പറയൂ പറഞ്ഞിട്ടുണ്ട്. ഹൈസു ഹായ്. ഹൈഷ സോറി സൂപ്പറാ പറഞ്ഞിട്ടുണ്ട്. ഹലോ, ഹലോ. എവിടെ? കാത്തിരിപ്പ് എന്നാണ് ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ ട്ടാ. നാട്ടിലേക്ക് എന്നാ വരിക ചോദിച്ചിട്ടുണ്ട്. ഒക്കെ നമ്മൾ അടുത്തടുത്ത വ്ളോഗിലായിട്ട് ഓരോന്ന് കാര്യങ്ങൾ പറയട്ടാ. കൊച്ചിന്ന് ഒരു ആൾ വന്നിട്ടുണ്ട്. ഹായ്. മോളെ നെയിം എന്താ ചോദിച്ചിട്ടുണ്ട്. മോളെ നെയിം പറഞ്ഞത് എൻ്റെ മക്കളെ നെയിമാണോ അതോ എൻ്റെ നെയിമാണോ എന്നറിയില്ല. എൻ്റെ പേരാണെങ്കിൽ ജൈബുന്നിസ എന്ന പേര്. ജൈബു എന്ന് വിളിക്കും. നമ്മളെ ചാനലിൻ്റെ പേര് തന്നെ കേട്ടോ, ജൈബൂസ്. പിന്നെ മക്കളെ പേരോളാണെന്നുണ്ടെങ്കിൽ മക്കളെ പേര് ഷെയ്സ മറിയം, ഷെസ്വ മറിയം. ഇതാരാണ്? മിന്നുവാ. എൻ്റെ ശരിക്കും പേര് പറഞ്ഞോടക്ക്. നാത്തൂൻ്റെ മോളാണ് കേട്ടോ അത്. ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കണേ. ഇവിടെ അസർ ബാങ്ക് കൊടുത്തു കേട്ടോ. നാട്ടിൽ വരാനായില്ലേ ചോദിക്കണ്ട്. ഇൻഷാ അല്ലാ. ചോറ് തിന്നോ ചോദിക്കണം. ഞങ്ങൾ എണീറ്റിട്ട് ഇന്ന് വൈകിട്ടാണ് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചത്. അത് കാരണം ചോറ് തിന്നിട്ടില്ല. പിന്നെ മക്കളൊക്കെ ഫുഡ് കഴിച്ച് ഞങ്ങൾ കഴിച്ചിട്ടില്ല. ഞങ്ങൾ രണ്ടും കഴിക്കാണ്ട്. നാത്തൂന് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓളും കഴിച്ചിട്ടില്ല. ചോറ് തിന്നോ സുഖല്ലേ? ഹായ്. കുറേ ഹായ് വരുന്നുണ്ട്. ഹായ് പറഞ്ഞവർക്കൊക്കെ ഹായിട്ടാ. നമ്മൾ കുറേ ഇവിടെ വന്നതിന് ശേഷം
മറ്റേത് നാട്ടിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കാണും കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിലല്ലേ എന്ന് വിചാരിക്കും. ഇവിടെ വന്നിട്ട് നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടപ്പോഴാണ് അത്രയും നമ്മൾ അറിയുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം കേട്ടോ. അപ്പോൾ നെസ്റ്റോയിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരാളെ ഫാമിലിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ മാളിലും ഇവിടെയൊക്കെ വെച്ചിട്ട് ഒരുപാട് സ്ഥലത്ത് വെച്ചിട്ട് ഓരോരുത്തരെ കാണും. അപ്പോൾ വന്നിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ നല്ല സന്തോഷം കേട്ടോ. നിങ്ങളുടെ വീട് എവിടെയാ ചോദിച്ചിട്ടുണ്ട്. നമ്മളെ വീട് കുറ്റിപ്പുറമാണ് കേട്ടോ. കിച്ചു പോയോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിച്ചു പോയി ഖത്തർക്ക് തിരിച്ചു പോയി. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. പോവാനായോ ചോദിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ. KTPM എന്താണ് KTPM മിൻസിനെയും എന്താണ് ഷെമീനെയും അറിയോ? മിസ്സിനെയും ഷെമീനെയും അറിയോന്ന്. പിന്നെ മിസ്സിനെയും ഷെമീനെയും അറിയാം, നന്നായിട്ട് അറിയാം. റസിയ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പോവാട്ടാ പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെട്ടാ. ആരാണ്? അതാണ് ഇനി കിച്ചു വരില്ലേ ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ നമ്മളെ ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. ഇനി എന്താണെന്നുള്ളത് സത്യത്തിൽ മൊത്തം ഓപ്പണായിട്ട് പറയാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര പൊറുതിയേടുണ്ട്. പക്ഷേ എങ്കിൽ നമുക്ക് ഓരോന്നിനും ഓരോ സമയം ഉണ്ട് എന്നല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാ ബാക്കി വിശേഷമൊക്കെ പറയട്ടെ. കുറ്റിപ്പുറം എവിടെയാണ് ചോദിച്ചിട്ടുണ്ട്. കുറ്റിപ്പുറം നമ്മൾ പള്ളിപ്പടി കൊളക്കാട് റോഡ് അറിയോ? കൊളക്കാട് റോഡിൽ പുള്ളക്കാട് സ്ട്രീറ്റാണ് നമ്മുടെ വീട്. സംസാരിക്കും തോറും എൻ്റെ ചുണ്ടൊക്കെ വേദന ഉണ്ട് കേട്ടോ. നല്ല കാറ്റടിക്കുന്നുണ്ട് ഇവിടെ. 25ാമത്തെ എപ്പിസോഡ് കണ്ടില്ല പറഞ്ഞിട്ടുണ്ട്. കാത്തിരിപ്പിൻ്റെ 25ാമത്തെ എപ്പിസോഡാണ്. നമ്മൾ കാത്തിരിപ്പ് 1 മുതൽ 25 എപ്പിസോഡാണ് നമ്മൾ കാത്തിരിപ്പ് ഫസ്റ്റ് പാർട്ടിനുള്ളത്. 1 മുതൽ 25 വരെ ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലേലിസ്റ്റിൽ കയറി നോക്കുകയാണെന്ന് വെച്ചാൽ കാത്തിരിപ്പിൽ 1 മുതൽ 25 വരെയുള്ള എപ്പിസോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മളെ ചാനലിൽ കയറി നമ്മളെ ചാനലിൽ അയക്കണ്ടാവില്ല. അറിയാത്തവർക്ക് വേണ്ടി പറയാട്ടോ. എന്തിനാണാവോ? നിങ്ങൾ പ്രോഗ്രാം നടത്തിക്കോളി. ഇവിടെയാണോ? ഞാൻ കുറച്ച് മാറിയിരിക്കാം. നിങ്ങൾ പ്രോഗ്രാം നടത്തിക്കോ. അപ്പോൾ ഇവർക്കും കാണാമല്ലോ നിങ്ങളെ പ്രോഗ്രാമൊക്കെ. ഇവരെ ഹൗസ് വാമിങ് പ്രമാണിച്ചിട്ട് ഇവരുടെ ബാർബി ഡാൻസ് ഒക്കെ ഉണ്ടത്തെ എല്ലാവർക്കും കാണാമല്ലോ. നിങ്ങൾ പ്രോഗ്രാം നടത്തിക്കോളി. അറിയാം പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് പിന്നെ തന്നെ കുറേ പേർക്ക് നമ്മളെ ചാനലിൽ നിന്ന് എങ്ങനെയാണ് മറ്റുള്ള വീഡിയോസ് എടുക്കുക എന്നുള്ളത് അറിയില്ല കേട്ടോ. ചില അതായത് എല്ലാവരും ഇപ്പം നമ്മളെ ചാനലിൽ കയറി എടുക്കാൻ പറ്റുന്നവരാവില്ലല്ലോ. കാരണം നമ്മൾ ഈ സ്റ്റോറീസ് ഇടുന്നതുകൊണ്ട് കുറേ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മളുടെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പം മിണ്ടാതിരിക്കുക. അപ്പം അവരോടായിട്ട് പറയാനുള്ളത്, നമ്മളെ നമ്മളുടെ ചാനലിൽ ഐക്കൺ ഉണ്ടാവുമല്ലോ, അതായത് എൻ്റെ ഫേസ് വരുന്ന ഒരു ചിത്രം ഉണ്ടാവുമല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വീഡിയോസ് എന്നൊക്കെ ഉള്ള കോളം കാണാം. എൻ്റെ അമ്മച്ചി ഇപ്പൊ ചോദിച്ചിട്ടുള്ളൂ ഇജ്ജ് എവിടെയാ, നിന്റെ മകൻ എവിടെയെന്ന് എൻ്റെ അമ്മച്ചി ഇപ്പൊ വന്ന് ചോദിച്ചിട്ടുള്ളൂ. എൻ്റെ അമ്മച്ചി ലൈവിൽ എന്നെ കാണാനായിട്ട് ലൈവിൽ വന്ന് ചോദിച്ചിട്ടാ. കുറച്ചും കൂടി മിനിറ്റ് ഉണ്ട്. ആയിക്കോട്ടെ. നിങ്ങളെ വീട് വല്ലാത്ത വീടാ തോന്നുന്നില്ല. നിങ്ങളെ വീടിന്റെ പണി കണ്ട് കഴിയണില്ല. നമുക്ക് കഴിഞ്ഞോട്ടെ. വല്ല വീടിന്റെ ഡെക്കറേഷൻ ബാക്കിയുണ്ട്. എത്ര മലപ്പുറം ആണോ വീട് ചോദിച്ചിട്ടുണ്ട്. ആ മലപ്പുറം കുറ്റിപ്പുറം പറഞ്ഞ സ്ഥലത്താണ് കേട്ടാ. ലൈവ് വരുന്നുണ്ട്. പിന്നെ ഷാലൂനും ഹജൂനും ഒരു ഹായ് പറയാന് ആറ്റാ. ഷാലൂനും അജുനും ഹായ് പറയാമോന്ന്. ഹായ് ഹായ്. ആയിഷ വ്ളോഗ് നിങ്ങളുടേതാണോന്ന്. അല്ല, നമുക്ക് ഒരൊറ്റ ചാനലേ ഉള്ളൂ, ജയ്ബൂസ് വേൾഡ് എന്ന് മാത്രമുള്ള ആണ് നമ്മുടെ ചാനലിന്റെ നെയിം. പെരുമ്പറമ്പ് വൈഫ് ഹൗസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാള്. അങ്ങോട്ട് കൊണ്ടുപോകും, അങ്ങനെ ശബ്ദം ഡിസ്റ്റർബ് ആകും. പെരുമ്പറമ്പ് ഞങ്ങളെ ഏരിയയിലൊക്കെ തന്നെയാണ്. ഹായ് താത്ത പറഞ്ഞിട്ടുണ്ട്. ഹായ് 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 ഹായ്. അറിയോ ചോദിച്ചിട്ടുണ്ട്. നിന്റെ എന്ത് അതിലും നിങ്ങളാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിലും നിങ്ങളാണോ എന്ന് ചോദിച്ചാൽ മനസ്സിലായില്ല. ഏതിലാണെന്നാണ് ഉദ്ദേശിക്കണം എന്നൊക്കെ ക്ലിയർ ആയിട്ടില്ല. അതിലും നിങ്ങളാണോ ചോദിച്ചില്ല. ഏതിലാ? നാത്തൂൻ പെങ്ങളാണോ അതോ ആങ്ങളന്റെ ഭാര്യയാണോ അവരുടെ കൂടെയാ ഉള്ളത്? നാത്തൂൻ പറഞ്ഞാല് കിച്ചുവിന്റെ അനിയത്തി.
എനിക്ക് 2 നാത്തൂമാരുള്ളത്. 2 പേര് നിങ്ങളിവിടെ ഞാൻ ഇവിടെ വന്ന വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. വന്ന അന്നത്തെയും പിറ്റത്തെ ഒക്കെ വ്ളോഗിൽ ഒരുപാട് വ്ളോഗ്സിലായിട്ട് നമ്മളിവിടെ റാസൽ കൈമേലത്തെ വ്ളോഗ് ഇട്ട ടൈമിൽ 2 ആളെയും കണ്ടിട്ടുണ്ടാവും. പിന്നെ നാത്തൂൻ്റെ ഒരാളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ അധികം ആയിട്ടില്ല. അപ്പോൾ അവളുടെ കല്യാണത്തിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൂത്ത നാത്തൂനാണ് ഇപ്പോൾ റാസൽ കൈമ ഉള്ളത്. അവിടെയാണ് ഇപ്പോൾ ഞാനുള്ളത്. പിന്നെ കൽബയിൽ താത്തയും ഫാമിലി അവിടെ ഉണ്ട്, എൻ്റെ താത്തയും ഫാമിലി. കിച്ചുവിൻ്റെ 2 അനിയത്തിമാരാണ് ഇവിടെ ഞാൻ വന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരാൾ നാട്ടിൽ പോയി, ഒരാളെ മക്കളും ഒക്കെ അത് അവിടെ ഉണ്ട്, അവരെ കൂടെ ഉണ്ട് ഇപ്പം ഞാൻ. തുടങ്ങിക്കൂടും എൻ്റെ പ്രോഗ്രാം. ഇടക്കര അറിയോ ചോദിച്ചിട്ടുണ്ട്. ഇടക്കര ഞാൻ കേട്ടിട്ടുണ്ട്, കറക്റ്റ് പ്രോപ്പർ എവിടെയാന്ന് എനിക്ക് വല്ല ഐഡിയ ഇല്ല കേട്ടാ. ചാനലിൻ്റെ പേരെന്താണ്? ചാനലിൻ്റെ പേര് ജയ്ബൂസ് വേൾഡ്. എന്താണ് പേര്? ജയ്ബൂസ് വേൾഡ്. JAIBUS പിന്നെ വേൾഡ്. ജയ്ബൂസിലും എന്താണ് ജയ്ബൂസ് ഇന്ന തട്ടിൽ എനിക്ക് വായിക്കാൻ പറ്റില്ല ബാറ്റെ. ജയ്ബൂസിലും ആയിഷാലും. ആയിഷ സ്റ്റോറിയിലെ നമ്മളാണോ എന്നാണ് ചോദിച്ചിരിക്കണത്. അല്ല അതന്നെ, സ്റ്റോറിയിലൊക്കെ നമ്മൾ തന്നെ അല്ലേ. സ്റ്റോറിയിൽ വല്യമ്മയും മൂത്തമ്മയും അമ്മായിയും കുഞ്ഞിമ്മയും ഒക്കെ നമ്മൾ തന്നെ. പിന്നെ ആയിഷ സ്റ്റോറിയിലുള്ള ഒരാളാണ് അത് ആറ്റ. മീനു എന്ന് പറഞ്ഞിട്ടുള്ള മീനുട്ടിയായിട്ട് ചെയ്യുന്നത് ആറ്റം. ഫസ്റ്റ് സ്റ്റോറിയില് കുറ്റിപ്പുറം സ്കൂളിൽ പഠിച്ചിരുന്നോന്ന്. ഞാൻ കുറ്റിപ്പുറം സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. ഞാൻ 8 മുതൽ 10 വരെ കുറ്റിപ്പുറം സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മക്കൾ എവിടെയാ പഠിക്കണേന്ന്? സഫ ഇംഗ്ലീഷ് സ്കൂൾ. സ്ഥലം എവിടെയാ? സഫ ഇംഗ്ലീഷ് സ്കൂൾ പൂക്കാട്രി. I miss you. How old she is ചോദിച്ചിട്ടുണ്ട്. എത്രയാണ് മച്ചിക്ക് എത്ര വയസ്സായി ചോദിക്കുന്നു. അതോ അനക്കെത്ര വയസ്സായിന്നാ? അനക്കെത്ര വയസ്സ്? 6. ഇമ്മച്ചിക്ക് 38 ആണ്. എൻ്റെ ഉമ്മൻ്റെ വയസ്സ് എൻ്റെ വർഷം കൂട്ടലടി പച്ചിയെ. അമ്മച്ചിക്ക് 34 കഴിയാൻ പോകും. 35. അമ്മച്ചിക്ക് 35. പപ്പാൻ്റെ മക്കൾക്ക് സ്കൂളില്ലേ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് സ്കൂൾ നമ്മളിപ്പോൾ വന്നിട്ട് ഇപ്പം അതാ ഈ 23-ാം തീയതി വന്നാൽ 2 മാസമാവും. അവർക്ക് ഓൺലൈൻ വഴിയൊക്കെ ഇതിൽ ക്ലാസ് കിട്ടുന്നുണ്ട്. അവരിങ്ങനെ പഠിക്കുന്നുണ്ട്, വിടുന്നുണ്ട്. ഫോണിൽ കൂടെ ഇങ്ങനെ കിട്ടൂലേ ക്ലാസ് അന്നാന്ന് എടുക്കുന്ന ക്ലാസ്സുകള്. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലാസ് അങ്ങനെ എത്ര. പിന്നെ സുഖാണോ എന്നോട് സുഖാണോ ചോദിച്ചാ എന്താ പറയാ? സുഖാണ്. ഞാൻ സഫ സ്കൂളിലാണ്. ഷംനാസ് എൻ്റെ സ്കൂളിലാണ് ഇത്ര. ഷംനാസ് എത്രയിലാണ് പഠിക്കണേ ചോദിച്ചോക്ക്. എത്രയിലാണ് പഠിക്കണേ ഷംനാസേ? എന്താ വിശേഷങ്ങൾ ചോദിച്ചിരിക്കണേ. സുഖാണ്. ഹായ് സുഖാണോ? സുഖമായിട്ട് പോണു. ഹായ് 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 ഹലോ. എല്ലാവർക്കും ഹലോ ചോദിച്ചവർക്കൊക്കെ ഹലോ ഹായ് അല്ലേ. ഹലോ ഹായ് ഹായ്. അപ്പം നമുക്ക് ഇനി നിർത്തിയാലോ? മക്കളെ ആൺകുട്ടികളെ വീടിൻ്റെ പാലുകാച്ചലും കൂടി കാണിച്ചിട്ട് നിർത്താമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഓല വീടിൻ്റെ ഇൻറ്റീരിയൽ തീരുന്ന ലക്ഷണമൊന്നും കാണാനില്ല. ഓല ഇൻറ്റീരിയൽ ഒന്ന് തീരുന്നല്ലോ. ഇപ്പോൾ ചോദിച്ചേക്കുന്ന പോലെ ഇൻറ്റീരിയൽ തീർന്നോന്ന്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതിലേക്ക് കാണിച്ചില്ലെങ്കിൽ എന്നെ ഇപ്പോൾ അത് കഴിഞ്ഞാൽ കൊത്തി പറിക്കും. അതപ്പോൾ ഞാൻ ഇങ്ങനെ ഭർത്താവ് പറഞ്ഞ് പോണേ. പക്ഷെ ഓല ഇൻറ്റീരിയൽ ഇപ്പം ഒന്ന് കഴിയും തോന്നില്ല. നമ്മളെ പെരടെ കുടിയിരിക്കലിൻ്റെ ഡേറ്റ് ഒക്കെ ഇപ്പോൾ മാറ്റി മാറ്റി കൊണ്ടുപോകണമല്ലോ. ഭർത്താവിൻ്റെ വീടാണോ കുറ്റിപ്പുറം ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ 2 ആളെ വീടും കുറ്റിപ്പുറം തന്നെ കേട്ടാ. ഞങ്ങളൊരു റോഡിൻ്റെ അപ്പുറം ഇപ്പുറമാണ്. ഞങ്ങൾ ശരിക്കും പ്രോപ്പർ ഹൗസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 2 ആളതും ഒരു റോഡിൻ്റെ അപ്പുറം ഇപ്പുറം ഒരു നാട്ടിൽ തന്നെയാണ്. കുറ്റിപ്പുറം പള്ളിപ്പടി
പിന്നെ ഇപ്പൊ ഞങ്ങള് എന്തേ കിച്ചു ഇപ്പൊ ഞങ്ങള് കിച്ചുവിന്റെ ഫാമിലി ഇപ്പൊ താമസിക്കുന്നത് കാലടിയിലാണ്. കറക്റ്റ് വീട് കറക്റ്റ് പ്ലേസ് ഞങ്ങളുടെ എല്ലായിടത്തും കുറ്റിപ്പുറം പള്ളിപ്പടിയാണ്. ഉമ്മ ഇപ്പി അനിയനും ഇപ്പൊ താമസിക്കുന്നത് കാലടിയിലാണ്. അവിടെ ഉമ്മയുടെ നാടാണ് കാലടി, അവിടെയാണ് അവർ താമസിക്കുന്നത്. ഞങ്ങൾ വീട് വെച്ചിട്ടുള്ളത് കുറ്റിപ്പുറം പള്ളിപ്പടിയിൽ തന്നെയാണ്. എൻ്റെ വീടും കുറ്റിപ്പുറം പള്ളിപ്പടി തന്നെയാണ്. ഞങ്ങൾ സ്വന്തമായിട്ട് വീട് വെച്ചിരിക്കുന്നത് അവിടെ തന്നെയാണ്. കിച്ചുവിന്റെ തറവാടും എല്ലാം കുറ്റിപ്പുറം പള്ളിപ്പടി തന്നെയാണ് കേട്ടാ. വിട് പിന്നെന്താണ് നല്ല വീഡിയോസ് ഇടണേന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ. എത്ര കുട്ടികളുണ്ട്? നിങ്ങൾ എത്ര കുട്ടികളുണ്ട്? ഉമ്മച്ചിക്ക് 3. ഉമ്മച്ചിക്ക് 3 കുട്ടികളാണ്. ഇവിടെ എന്റെ കുട്ടികളെ എണ്ണം കുറച്ചാണല്ലോ. ഉമ്മച്ചി എനിക്ക് 4 പേരുണ്ട് കേട്ടാ. മൂത്ത ആള് 9th പഠിക്കുകയാണ്. മൂത്താള് നാട്ടിലുണ്ട്, 9th പഠിക്കുകയാണ്. ഐഡിയൽ കടകശ്ശേരി ഐഡിയലിലാണ് പഠിക്കുന്നത് മൂത്താള്. 3 ആള് എന്റെ കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവര് 3 ആളും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എനിക്ക് കുറെ മാർക്ക് കിട്ടിയായിരുന്നു ഇങ്ങോട്ട് വരാൻ. എന്റെ മാർക്ക് കിട്ടിയ സ്കോളർഷിപ്പ് പോയി ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ മാർക്കില്. ഞങ്ങൾക്ക് പിന്നെ വരാൻ കഴിയില്ലല്ലോ. അങ്ങനെ അവള് നല്ല കുട്ടിയായിട്ട് പഠിച്ചത് കൊണ്ടാണ് അവൾക്ക് സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ലീവ് കിട്ടിയത് എന്നാണ് അവള് പറഞ്ഞത് അല്ലേ. അത് ഓക്കെ കേട്ടാ. അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പറഞ്ഞേക്കൂല അല്ലേ. ചോദിച്ചോക്ക്, അല്ലെങ്കിൽ കാണിക്കാൻ നിർത്തിയ എന്നെ പുറം പൊളിക്കൂ. നല്ല മക്കളാണ് നിങ്ങൾ കണ്ടാ. നിങ്ങൾ നല്ല മക്കളാ പറഞ്ഞിട്ട് ഒതുങ്ങിയിരിക്കണം. അല്ലെങ്കിൽ അമ്മച്ചിക്ക് ഇത് വായിക്കാൻ പറ്റില്ല പൊന്നു, അതുകൊണ്ടാണ്. നല്ല മക്കളാണ്. ആയാ പിന്നെ പറിച്ചെടുക്കുന്നുണ്ട് ഇത്. നമ്മളായിട്ട് ഇവിടെ കാറ്റായിട്ട് നമുക്ക് അതിന്റെ വാപ്പ അടിച്ചു. എന്താണ് നല്ല മക്കളാന്ന് പറഞ്ഞപ്പോഴുള്ള റിയാക്ഷൻ കണ്ടില്ലേ. സോറി. താക്ക് എന്താണ് ജോബ്? ഓലെ കഴിഞ്ഞിക്കണം നോക്കടാ. മാറ്റം ഇങ്ങനെ ബാബുല് നല്ല കുട്ടികളായിട്ട് ഇരുന്നിരുന്നു ഇത്ര നേരം. ഒരാളെ അങ്ങനെ പറഞ്ഞാൽ മറ്റാളെ കുറച്ചൊരു സൈലന്റ് ആവും. പോയി. ഇക്കാക്ക് എന്താണ് ജോബ്? താക്ക് എന്താണ് ജോബ് പറഞ്ഞത്? ഇക്ക് പ്രത്യേകിച്ച് ജോബൊന്നുമില്ല. നമ്മൾ യൂട്യൂബ് കാര്യങ്ങൾ ചെയ്യണത് അത്ര തന്നെ ഉള്ളൂ. കിച്ചു വർക്ക് ചെയ്യുന്നത് ഖത്തറിലാണ്. ഖത്തർ ഗ്യാസിൽ സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യണം. UAE ആണോ ചോദിച്ചിട്ടുണ്ട്. UAE ഇപ്പോൾ റാസൽ കൈമയിലാണ് ഉള്ളത്. കൽബയിലും റാസൽ കൈമയിലുമായിട്ടും മാറി മാറി ഉണ്ട്. ഈ മാസം കൂടി ഇൻഷാല്ലാ ഇവിടെ ഉണ്ടാവും. അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ എല്ലാവരും നിങ്ങളൊക്കെ വിശേഷങ്ങൾ എന്തൊക്കെ? എല്ലാവർക്കും നാട്ടിലെ സുഖമല്ലേ? അൽഹംദുലില്ലാ. ഒരുപാട് സ്ഥലത്തുള്ളവരുണ്ട് കേട്ടോ ലൈവിൽ. നാട്ടിലും വിദേശത്തും ഒക്കെ ഉള്ള ഒരുപാട് പേര് ഉണ്ട്. എന്താണ് ആൺകുട്ടികളും പെൺകുട്ടികളാണോ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് 4 പേരാണുള്ളത്. 2 ആൺകുട്ടി 2 പെൺകുട്ടികളാണ് കേട്ടാ. 2 പെൺകുട്ടികൾ ഇത് അവര് ട്വിൻസാണ്. ആൺകുട്ടികൾ ട്വിൻസ് അല്ല, പെൺകുട്ടികൾ ട്വിൻസാണ് കേട്ടാ. ഒരു പാട്ട് പാടിത്തരുമോ ചോദിക്കുന്നുണ്ട്. പാടായി ഒന്നുമില്ല, കുഴപ്പമില്ലാതെ പാടൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പം പാടാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. എൻ്റെ ശബ്ദമൊക്കെ ആകെ പോയിക്കണം. ഞങ്ങളിപ്പോൾ 2 ദിവസം മുന്നേ ക്യാമ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ തണുപ്പടിച്ചിട്ട് ശബ്ദമൊക്കെ പോയി. ആറ്റ പാടും. ഒരു പാട്ട് പാടി കൊടുത്താ. ഏത് പാട്ടാ? കാണാൻ പറ്റാത്ത പാടി കൊടുത്തു. പിന്നെ ഏതാ? കുറച്ച് 2 വരി പാടി കൊടുത്തോ. അതെ പാട്ട് പാടാനാ. അപ്പൊ നിങ്ങൾ പറയുമ്പോ ആള് ക്യൂ ആയിട്ട് വരുന്നേ. ഒരാളത് കൂട്ടിലെ കുഞ്ഞിത്തത്തി കൈവന്ന് കണ്ണല്ലേ കണ്ണിലുണ്ട എവിണ്ണല്ലേ വിളിയുണ്ട് തങ്കരുണ്ട് തപ്പുന്നവര് അയക്കാണത്തെ ഞാൻ. പാത്തുന്റെ പാട്ട് പാത്തൊരു പാട്ട് പാടി കൊടുത്താ. അങ്ങ് മാനക്കോണിന്റെ പാടും.
ഇതാ അതെ പോവല്ലേ വാട്. ഞാൻ അടുത്ത ആള് വരുന്നുണ്ട്. റബ്ബേ പാട്ടുകാരെ കൊണ്ട് ചെയ്തല്ലോ. കുഞ്ഞിലം വാവേ ബാബുലു ബാബുലു ഒരു മുള്ളും നാവും മിണ്ട ഒരു കത്തായെന്നാൽ മടിയാരാധമില്ല ഞാനാ പൂമരത്തിൽ വളരും കുഞ്ഞുമുത്തേ കുഞ്ഞുറങ്ങായി വസന്തം കാത്തു നിൽക്കും. ഏതാ ഏതാണ് പാട്ട് പാടാൻ ഒരാൾ പറഞ്ഞോളൂ. ഇവിടെ ഇപ്പൊ പാട്ടിന്റെ ആറാട്ടാന്ന് പറഞ്ഞ പോലെ. ഏതാണ് പാട്ടറിയാം? അപ്പൊ ഒരാൾ പാടുമ്പോ ഒരാൾക്ക് പാടാൻ പാടില്ല എന്നൊന്നുമില്ല. എല്ലാവർക്കും പാടാം. അന്നഞ്ച് പാടിക്കോ പാട്. അമ്പിളി മാമനെ കമ്പി വേണം എന്നോട് ചൊല്ലി ചിങ്ങാതി മാനത്തെ മേഘത്തിലാന്ന് വിളിച്ച് നല്ല പുതപ്പിന് ചേരായി. അമ്പിളി മാമൻ കമ്പിളി എന്നോട് ചൊല്ലിയ ചെങ്ങാതി മാനത്തെ മേഘത്തിലാന്ന് വിളിച്ച് നല്ല പുതപ്പിന് ചേരായി. ഇല്ലേ കഴിഞ്ഞ പാട്ട് കച്ചേരി കഴിഞ്ഞാ? അപ്പോൾ നമ്മൾക്ക് വേണ്ടി ഇത്ര നേരം പാടി സഹകരിച്ച ആറ്റ ബാബുലു എന്നിവർക്ക് ജയ്പൂസ് വേൾഡിന്റെ വക നന്ദി രേഖപ്പെടുത്തുന്നു ഗൈസ് അല്ലേ? മറ്റേ പാടി കൊടുത്താ അതിന് ഫസ്റ്റ് എന്താ പാട്ട്? അതിന് ഫസ്റ്റ് എന്താണ്? കുക്കുക്കുരുവിയും കാതോരം കൊത്തിപ്പേറക്കി കുഞ്ഞാറ്റ കുഞ്ഞുങ്ങൾ നിന്നെ ഒരാളെയും പേടിച്ചു ഇപ്പാണ് കുക്കിക്കുരുവി കുരുവിയും വെട്ടിക്കിളി കാതോരം കൊത്തിപ്പേറക്കിയും കുറുവാരങ്ങാട്ടി അടക്കൊട്ടി പാഞ്ഞാലെന്നേ അലഞ്ഞൊറിയുമൊരരുവിയിലൊരു ചെറുമണി മഴ നിലവിൽ വിരിച്ചു കസവ് തുന്നും മറിയ ചിത്രശലഭം മാമുണ്ണാൻ തേടുമ്പോ ഓടിപ്പഞ്ഞത്തും വാവാവ പാടുമ്പം ചാഞ്ഞുറങ്ങും ആരോട് ചേർത്തൊന്ന് കൊഞ്ചിച്ചൂടെ എല്ലാരും നിന്നോട് ഉല്ലാസത്തിലല്ലേ കുരുവി കുറുകോവി മേനാര വെട്ടിക്കിളി കാതോരം കൊത്തിപ്പേറക്കിയും കുറുവാരം കാട്ടിയും പടകൊട്ടിപ്പാഞ്ഞാലെന്തേ. എന്നോട് പറയും ഈ പാട്ട് പാടിയൊക്കെ ഉറക്കം വരുമെന്ന് ആറ്റ പറഞ്ഞ പോലെ ഉറങ്ങും ചെയ്ത. അച്ചോ ഇതൊക്കെ ആക്ടിങ് കേട്ടാ. അതിനാണല്ലോ നേരൊന്നും ആയിട്ടില്ല. അതിനാണ് 10 മിനിറ്റ് പാട്ട് കേട്ടിയാ ഉറങ്ങുന്ന ആളൊന്നല്ലേ ചേച്ചി. അയ്യടി രാത്രി മനുഷ്യന്മാർ ഉറക്കാൻ വേണ്ടിയിട്ട് 1.5 മണിക്കൂർ പാടിട്ടാലും ഉറങ്ങാത്ത ഓളാവോള്. എന്നാൽ ഈ രാത്രി ഒന്നും ഈ പാട്ടണ്ട് പാടിയാൽ മതിയല്ലോ അല്ലേ? കുഞ്ഞാറ്റ എന്നുള്ള പാട്ടാണ്, അതാണ് ഓൾക്ക് ഉറക്കം വരുന്നേ അല്ലേ? കുഞ്ഞാറ്റയുടെ പാട്ട് എന്നാ ഉറങ്ങിക്കോ. കുഞ്ഞാറ്റയുടെ പാട്ടാണ്. പോയപ്പോ ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. രാത്രി പോയപ്പോ 2 താറാവ് ഒരു കുഞ്ഞാറ്റ അങ്ങവാനക്കോളിലൊന്ന് പാടിക്കോ. വന്നിട്ട് അങ്ങവാന തോണിയിലെ പാത്ത് പാടുന്നല്ലോ. ഉള്ളില് കണ്ണനോ. ഇനി കുറച്ച് കമന്റ്സ് വായിക്കല്ലേ? കുറച്ച് നിങ്ങളെ പാട്ടിനെ കുറിച്ച് ആൾക്കാർ എന്തൊക്കെയാ പറഞ്ഞിരിക്കണ നോക്കട്ടെ ആദ്യം. നോക്കട്ടെ. നിങ്ങൾ സ്ഥിരമായിട്ട് ഗൾഫിലാണോന്ന്?
അല്ല കേട്ടാ, നമ്മളിപ്പോ വന്നതാണ്. നമ്മള് കുറച്ച് ഖത്തറിൽ തിന്നണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അതാ നമ്മള് ഇവിടെ UAE വന്നതാണ്. ഞാൻ അടുത്ത കമന്റ്സ് ഞാൻ കമന്റ് വായിക്കുമ്പോൾ ഉത്തരം പറഞ്ഞിട്ടാ. കല്ലായി പാലം പാടൂന്ന്. കല്ലായി പാലം അറിയോ നമുക്ക്? അതെ, പഠിക്കോ. കല്ലായി പാലാണോ? കല്ലായി പാലത്തിനക്കരെ തന്നെ മിന്നാരം പോലവനെ കണ്ടപ്പോ തൊട്ട് ചെങ്ങായി ഞാനങ്ങ് വല്ലാണ്ടായി ചങ്ക് പരിക്കണ നോട്ടം കൊണ്ട് എന്നിഷ്ട ഞാനാകെ ബേജാറായി ഇടുക്കം കൊണ്ട് കണ്ട്. പിന്നെന്താണ്? എന്തെന്നറിയില്ല മരിച്ചു പോയി നിൽപ്പ് കണ്ട് നെഞ്ചില് നോക്കുന്ന നേരത്ത് മിണ്ടാട്ടമില്ലെന്നേ ഓനോടാണ് ഓനോടാണ് എനിക്കെന്റെ മുഹബത്ത് ഓനോടാണ് ഓനോടാണ് എനിക്കെന്റെ മുഹബത്ത്. ബാക്കി കേട്ടാ. ആ പാട്ട് ഉദ്ദേശിച്ചത്? ഞങ്ങൾ ആ പാട്ടാണ് ഉദ്ദേശിച്ചത്. അതാണ് ഓളെ ഫേവറേറ്റ് പാട്ടായിരുന്നു ഒരു കാലത്ത്, ചെറുപ്പത്തിൽ ഓളെ ഫേവറേറ്റ് പാട്ട്. ആറ്റയുടെ പാട്ട് ഏതായിരുന്നു ചെറുപ്പത്തിലെ ഫേവറേറ്റ്? ആറ്റൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിലേ. ഓളെ ഫേവറേറ്റ് പാട്ട് ഓള് പാടിട്ടെന്നാല്. പാതിമുറിഞ്ഞ് തോട്ടുവരും വീണതം പൊള്ളു പറഞ്ഞില്ലേ പൊള്ളു പറഞ്ഞില്ലേ. അതാണ് ഓളെ പാട്ട്. ഇവിടെ 2 പേർക്കും ചെറുപ്പത്തിൽ ഓരോ ഫേവറേറ്റ് പാട്ടുണ്ടായിരുന്നട്ടാ. വല്ലാത്ത പ്രായമായിക്കണു ഇപ്പൊ ഓൾക്ക്. എന്റെ പാട്ട് ഏതാ ഫേവറേറ്റ് പാട്ട്? ഈ നല്ലപോലെ ഇരിക്കും. എന്റെ കൈ വേദന. എന്നാ ഞാൻ അതൊന്ന് വായിക്കട്ടെ. എന്നാല് ഇനി മതി, മറന്നാ നിങ്ങൾ പോയി കാണി. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇപ്പൊ ഫേവറേറ്റ് ഉള്ളത്. അല്ല അവിടെ ഇപ്പൊ ഇങ്ങോട്ട് കഴിഞ്ഞോ? ഉമ്മച്ചിന്റെ ഇത് കഴിഞ്ഞാല് ഞങ്ങളുടെ പ്രോഗ്രാം നടക്കുള്ളൂ. ലൈവ് കഴിഞ്ഞാലാണ് ഞങ്ങളുടെ പ്രോഗ്രാം. ഞാൻ ഇതൊന്ന് വായിക്കട്ടെ, എന്നാലൊക്കെ റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ഇത് കെട്ടി കളിക്കാൻ പാടില്ല, ഇവിടുത്തെ കേസ് കേട്ടാ. സൂപ്പർ സൂപ്പർ കണ്ടാ. അയ്യവാ സൂപ്പർ, വാവ്. കുട്ടികൾ നന്നായി പാടി. താങ്ക് യു പറഞ്ഞ. അസ്സലാമു അലൈക്കും. എന്താ ഒരുപാട് പേര് നിങ്ങളെ പാട്ട് നന്നായിട്ടുണ്ട് പറഞ്ഞിട്ടാ. സൂപ്പർ. ഞാറ്റാണ് പറഞ്ഞിട്ട് കേട്ടോ. ഈ കുട്ടിനോട് ഞാൻ എത്ര ഇത് പറഞ്ഞേ എടി, അതായിട്ട് കളിക്കാൻ പാടില്ല. നല്ലപോലെ ഇരിക്ക്. സൂപ്പർ സോങ്, നല്ല പാട്ട്. ഇംഗ്ലീഷ്കാരായിക്കോട്ടിട്ടുണ്ടോ? സൂപ്പർ സോങ്. നല്ല ബുദ്ധിയും അറിയുമുള്ള മക്കളാവട്ടെ. ആമീൻ പറഞ്ഞോളൂ. ആമീൻ. അസ്സലാമു അലൈക്കും. എന്താണ്? കുട്ടികൾ നന്നായി പാടി. മനസ്സിലായോ? എല്ലാരും പറയുന്നുണ്ട് നിങ്ങളെ പാട്ട് നന്നായിട്ടുണ്ട് എന്ന് പറയാ. നല്ല കുട്ടികളാണ്. എന്തേ വീട് കഴിഞ്ഞ പണി? ഈ ഡെക്കറേഷൻ മതി ഒക്കെ പറഞ്ഞു ലാസ്റ്റ് തല്ലായി. അന്നെങ്ങാനും ഉണ്ടാവുമോ ഹൗസാമിങ്? ചോനപ്പം ഈ ഹൗസാമിങ് കഴിഞ്ഞാൽ അതിപ്പോൾ ലൈവ് നിർത്താനും പാകില്ല എന്ന് പറഞ്ഞ പോലെ എന്നപ്പോൾ ഇത് കഴിയണമില്ല പോലെ പരിപാടി. നന്നായി പാടി, മാഷാ അല്ലാന്ന്. താങ്ക് യു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഒരുപാട് പേര് നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ടാ. സൂപ്പർ സോങ്. നല്ല മക്കൾ അടിപൊളിയായി പാടിയെന്ന് പറഞ്ഞിട്ടാ. മോൾക്ക് എത്ര ഏജ് ചെയ്യുന്നു? ഇവർക്ക് 6 വയസ്സാണ്. അവർ ട്വിൻസാണ് കേട്ടാ. അവർ 2 പേർക്കും 6 വയസ്സ്. നമുക്ക് വീഡിയോയിൽ കാണിച്ചിട്ട് പിന്നെ കാണിക്കാം. പിന്നെ എന്താണ്, എൻ്റെ മദറിലൊക്കെ നിങ്ങളുടെ വീഡിയോസ് നല്ല ഇഷ്ടമാണ്. എന്നോട്
പിണങ്ങുമ്പോൾ നിങ്ങളുടെ വീഡിയോ വീണ്ടും വിടും, അപ്പോൾ വീണ്ടും എന്നോട് മിണ്ടുന്ന്. അത് മാഷാ അല്ലാ, നല്ല കാര്യം. അതിന് പിന്നെ ചെറിയ ചെറിയ ഇണക്കും പിണക്കൊന്നും ഇല്ലാത്ത ഒരു ഫാമിലി ഉണ്ടാവില്ലല്ലോ. അതൊക്കെ അല്ലേ ഫാമിലിയുടെ ഒരു രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ. എപ്പോഴും ഹാപ്പി ആയിട്ടിരുന്നാലും എപ്പോഴും സന്തോഷമായിട്ടിരുന്നാലും ആ ഫാമിലി എപ്പോഴും അതൊരു ബോറിംഗ് ആവും. ശരിക്കും റിയൽ ആയിട്ടുള്ളൊരു സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ പിണക്കും ഉണ്ടാവും ഇണക്കും ഉണ്ടാവും. അതിനിപ്പോൾ അമ്മായിമ്മ മരുമക്കളും തമ്മിൽ മാത്രമല്ല, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് വെച്ചാൽ കൂടി നമുക്ക് ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെയാണ് അതിൻ്റെ രസം. പിണക്കത്തിന് ശേഷമുള്ള ഇണക്കത്തിന് അതിലേക്കും രസമാണെന്നല്ലേ പറയാ. അപ്പൊ ഞാനും കിച്ചും കൂടി തന്നെയാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും മതി, ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ വഴക്കുണ്ടാക്കും. പക്ഷെ ആ ഒരു വഴക്കിന് ചെറിയൊരു ഒരു സമയം ഉണ്ടാവും. ആ സമയത്തിൻ്റെ ഉള്ളിൽ അത് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ കഴിയും. ചിലപ്പം ദേഷ്യം വരുന്ന സമയത്ത് കിച്ചുവിന് നല്ല പ്രഷറാ, പെട്ടെന്ന് നല്ല പ്രഷർ വരും, നല്ല ദേഷ്യപ്പെടും. പക്ഷെ അത് ആ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അത് കഴിയും. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക, ആണുങ്ങളെ പ്രഷർ കൺട്രോൾ ചെയ്യാൻ അറിയുന്ന പെണ്ണുങ്ങളുടെ മനസ്സറിയാൻ പറ്റുന്ന ആണോ എന്നാണ് ഉണ്ടെങ്കിൽ ഫാമിലി ഹാപ്പി ആയിട്ട് പോകുന്ന പറയാം. അപ്പോൾ അതിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിക്കുമ്പോൾ തന്നെയാണ് ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് പോകുന്നത്. അതിനിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടുള്ള റിലേഷൻ മാത്രമല്ല, അതുപോലെ തന്നെയാണ് അമ്മായിമ്മ മരുമക്കളായിട്ടുള്ള റിലേഷൻസ് ആണെങ്കിലും. ഉറങ്ങിക്ക് മുന്നോ നല്ല മക്കൾ പാട്ട് അടിപൊളിയായിട്ട് പാടിയെന്ന്. എന്താണ് നിങ്ങൾ സ്ഥിരമായിട്ട് എവിടെയാണോ ചോദിക്കുന്നത്? നമ്മളിപ്പോൾ വന്നതാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ശരിക്കും ഗിച്ചു വർക്ക് ചെയ്യുന്നത് ഖത്തറിലാണ്. നമ്മൾ കഴിഞ്ഞ തവണ ഖത്തറിൽ പോയിട്ട് 4 മാസം ഖത്തറിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഇത്തവണ ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വെക്കേഷൻ, ഗിച്ചുവിൻ്റെ നാട്ടിലേക്ക് വരുന്ന വെക്കേഷൻ നമ്മൾ ഇങ്ങോട്ട് പോന്നിക്കുക UAE. നല്ല പാട്ട് വാവോ, സൂപ്പർ സൂപ്പർ. കുട്ടികൾ നന്നായിട്ട് പാടി. വലൈക്കും അസ്സലാം. നന്നായിട്ട് പാടി, മാഷാ അല്ലാ എന്ന്. അടിപൊളി പാട്ടാണ് കേട്ടോന്ന്. ആറ്റമ്മ പേരെന്താണ് എന്ന്? എൻ്റെ പേര് ജയ്പൂ എന്നാണ്. മക്കളുടെ പേര്, മൂത്താളെ പേര് ഷിഫിൻ മുഹമ്മദ്, രണ്ടാമത്തെ ആളെ പേര് ഷലൻ മുഹമ്മദ്, പിന്നെ ഇത് ഷെസ്വ മറിയം, മറ്റേത് ഷെയ്സ മറിയം. എന്ത് മോളാണോ, ഇതാരാ മോളാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ട്വിൻസിലെ ഒരാളാണ്. 2 പേരും ഇപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാളുടെ അകത്തേക്ക് പോയി. ഇത് ഒരാളാണ് കേട്ടോ. ഇതാണ് കുഞ്ഞാറ്റ. ഇതാണ് ചെറിയ ആൾ മീൻസ് ട്വിൻസിലെ ചെറിയ ആൾ അല്ലേ. ട്വിൻസ് ആകുമ്പോൾ വലുതാരാ ചെറുതാരാന്നുള്ള ഇവർക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. ഇവർ ട്വിൻസ് ആയപ്പോൾ ഞങ്ങളിൽ ആരാ മൂത്തത്, ഞങ്ങളിൽ ആരാ ചെറുത് എന്നൊക്കെ. അപ്പം ഇതാണ് കുഞ്ഞാറ്റ. അപ്പം ഞങ്ങൾ അങ്ങനെ വിളിച്ച് കുഞ്ഞാറ്റയാണ് കുഞ്ഞാറ്റ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കുഞ്ഞാറ്റാന്ന് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാനാ കുട്ടിയാണ്. കുഞ്ഞാറ്റാന്ന് കേട്ടപ്പോഴാണ് അത്രയൊക്കെ മനസ്സിലായത് ഓളാണ് കുട്ടിയെന്ന്. പണ്ട് വിളിച്ചപ്പോ മനസ്സിലായത്. പണ്ട് എന്ന് പറയുമ്പോ എത്ര വർഷങ്ങൾക്ക് മുന്നേ ആയിരിക്കും? അത് ഞങ്ങൾക്ക് 4 വയസ്സായപ്പോ വിളിക്കാൻ തുടങ്ങിയത്. 4 വയസ്സായപ്പോഴൊന്നല്ല, നിങ്ങളെ അതിന്റെ മുന്നേ വിളിക്കൽ തുടങ്ങിക്കണം. 1 വയസ്സായപ്പോഴാ. അപ്പൊക്ക് നല്ലപോലെ മനസ്സിലായിട്ടില്ല. അന്ന് കുഞ്ഞ് ബേബി അല്ലേ. കുഞ്ഞ് ബേബി ആകുമ്പോൾ നമ്മൾ ഉമ്മാര് വിളിക്കണതും പറയണതൊന്നും മനസ്സിലാവില്ല. കുഞ്ഞ് ബേബി ആകുമ്പോൾ നമ്മൾ കുഞ്ഞ് ബേബി ആയിട്ട് ഇങ്ങനെ നടക്കല്ലേ. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലല്ലോ, വലുതാകുമ്പോഴല്ലേ നിങ്ങൾക്ക് കേൾക്കുക. ഞാൻ അതൊക്കെ 1 വയസ്സായിട്ട് അത് എണീറ്റെടുക്കലുണ്ട്. പക്ഷേ ഞാൻ 1 വയസ്സായിട്ട് ഞാൻ മുട്ടുത്തി നടക്കലേ പഠിച്ചിട്ടുള്ളൂ. അല്ല 1 വയസ്സായപ്പോഴും ഇങ്ങനെ ഇതാവുണ്ട്, നടക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചെക്ക വേഗം നടക്കൽ തുടങ്ങിയിരിക്കണം. ഇവരോട് എന്തെങ്കിലും പറയുമ്പോൾ അറിയാം അതിനൊക്കെ പണ്ട് എനിക്ക് നല്ല ഇതുണ്ടായിരുന്നു, പണ്ടേ എനിക്കത് അറിയായിരുന്നു എന്നൊക്കെ പറയും. അപ്പം ഞങ്ങൾ ചോദിക്കോ എത്ര വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു, നമ്മളിപ്പോൾ വലിയ വയസ്സത്തിയോളം അതിലേന്ന്. അടക്കം വായിക്കടഞ്ഞ് വായിക്കട്ടെ. നമ്മുടെ സ്ഥലം എവിടെയാണ് എന്ന് ചോദിക്കണം. നമ്മുടെ നാട്ടില് നമ്മള് കുറ്റിപ്പുറാണ് കേട്ടാ. മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഒരു ഹായ് പറയും പറഞ്ഞിട്ടുണ്ട്. ഹായ് ഒരുപാട് പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നമുക്ക് നിർത്തല്ലേ, അതിൻ്റെ പെയ്യാ.
അപ്പം എന്തായാലും നമ്മളെ ലൈവിൽ വന്നിട്ടുള്ള എല്ലാവർക്കും എന്താണ് നമ്മളെ ലൈവ് വാപ്പായോരേ ഇത് കുഞ്ഞതാണെന്ന് പറഞ്ഞപ്പോൾ അതപ്പോൾ ആരോ പറഞ്ഞിട്ടുള്ളൂ ഇതാണോ കുഞ്ഞത് എന്ന്. കുഞ്ഞതാണിപ്പോൾ ഒന്നും കൂടി ഉണ്ട് കുഞ്ഞതാവേ കുഞ്ഞാറ്റാന്ന് പറഞ്ഞപ്പോൾ എന്നൊക്കെ വെച്ച് പറയട്ടെ പൊന്നു. പിച്ചല്ലേ പിച്ചി മാന്തി ഇവിടെ 3 ആളെയും കൂടി പിച്ചും മാന്തും കിട്ടി എൻ്റെ ഫേസൊക്കെ നീറൽ തുടങ്ങിക്കണം. അപ്പോൾ ഇന്നത്തെ ലൈവ് ഇത് മാറ്റമ്മക്ക് ഉറക്കം വരലെടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലൈവ് ഇപ്പം നമ്മൾ നിർത്താൻ പോവാണ് അല്ലേ. അപ്പം ഞാനിന്ന് ഇവർ വീട് പണിയൊക്കെ നടത്തി ഇവർ നല്ല കളിയിലായിരുന്നു കേട്ടോ. അതാണ് ആറ്റമ്മക്ക് ഇത്ര ക്ഷീണം. രാവിലെ മുതലേ നല്ല അടിപൊളി കളിയിലായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു മക്കളെല്ലാവരും കൂടിയിട്ട് ശരിക്കും നമ്മൾ ഫാമിലിയിലാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും ഒക്കെ മക്കളെ എപ്പോഴും ഒന്ന് പുറത്തിറക്കി കളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് കുറച്ച് കുട്ടികളും കൂടിയിട്ടുള്ളതെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. അല്ലെ കളി കണ്ടിരിക്കാൻ തന്നെ നമുക്ക് നല്ല രസമായിരിക്കും. ഈ ടാബ് മൊബൈല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് അഡിക്റ്റ് ആക്കിയിട്ട് വല്ലാണ്ട് വെക്കേഷൻ ടൈമിലാകുമ്പോൾ നമ്മൾ ഈ ടാബും മൊബൈലും കൊടുത്തിട്ട് മക്കളെ ഒതുക്കണക്കായ നല്ലത് ഒന്ന് പുറത്തിറങ്ങി കളിക്കുക, അവരെ കൂടെ ഒന്ന് കളിക്കാൻ കൂടെയൊക്കെ ചെയ്താൽ ഓലും ഹാപ്പിയാവും നമ്മളും ഹാപ്പിയാവും. ഇപ്പോൾ ഒന്ന് ഞാനും നാത്തൂനും അവർ പുറത്തിറങ്ങി കളിക്കുമ്പോൾ ഓലെ വീട് വന്ന് കാണാനും ഓലെ വീട്ടിലെ അഭിപ്രായങ്ങൾ പറയാനൊക്കെ കൂടിയൊക്കെ ഓൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓലും കുറേ സമയം പുറത്തുനിന്ന് ടി വിയുടെ മുന്നിൽ നിന്ന് TV തന്നെ ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ അത് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് അവരെ കളി ശ്രദ്ധിക്കാതാവുമ്പോൾ അവർക്ക് തന്നെ ബോറടിക്കും. അപ്പോൾ ഒരു TV മൊബൈൽ അങ്ങനത്തേക്കൊക്കെ പോകും. അപ്പോൾ അതൊക്കെയാണല്ലേ നമ്മളെ പാരൻസ് എന്ന നിലയ്ക്ക് അവർക്കൊരു സന്തോഷം നമ്മൾ അവരെ കളിയിൽ കൂടി ആടുമ്പോൾ. പിന്നെ ഇവരെല്ലാവരും കൂടി ഇപ്പോൾ കളിക്കാൻ ഒരുപാട് പേരുണ്ടല്ലോ. ഞാൻ എപ്പോഴും പറയും നിങ്ങൾക്കൊക്കെ സുഖമാണ്, പുറത്തുനിന്ന് ഒരാളെ കളിക്കാൻ വിളിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവർ 3 ആളും നിൽക്കാനെ ഇപ്പോൾ വീട്ടിലും ഇവർ 3 ആളും ഏകദേശം ഒരേ പ്രായക്കാരായതുകൊണ്ട് 3 ആളും ഒരു ക്ലാസ്സിലും അല്ലേ പഠിക്കുന്നത്. 3 ആളും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓർക്ക് പുറമെന്ന് ഒരാളെ കളിക്കാൻ വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് UAE വന്ന സമയത്താണെങ്കിലും ഇപ്പോൾ കൽബയിലാണെന്നുണ്ടെങ്കിലും എൻ്റെ താത്താൻ്റെ 2 മക്കളും ഇവരുടെ അതേ സെയിം ഏജാണ്. ഇപ്പോൾ ഇവിടെ റാസൽ കൈമിൽ നാത്തൂൻ്റെ അടുത്താണെങ്കിലും അവളുടെ 2 മക്കളും ഇവർ ഏകദേശം ഏജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് കളിക്കാൻ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതൊരു രസമാണ്.